ക്ലാസ് ഉണ്ടോ ക്ലാസ് ഇല്ലേ, അപ്പൊ ആരും ഒന്നും മറുപടി പറയുന്നില്ലായിരുന്നു. ഇന്നെന്താ പ്രശ്നം? രണ്ട് അറിയത്തില്ല. അപ്പോ കഴിഞ്ഞ 2 ആഴ്ച പനിയായിരുന്നു. അപ്പൊ ആഹാ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ ആഹാ ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ കയറിയപ്പോ ഞാൻ അവരോട് ചോദിച്ചു ക്ലാസ്സില്, അപ്പൊ സമയത്ത് കണ്ടില്ല. അപ്പൊ ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. എന്നിട്ട് ആഹാ വന്നവര് രണ്ടുപേരും പോരിട്ടാവുകയും ചെയ്തു. കയറി രണ്ടുപേരും ജോയിൻ ചെയ്യണ്ടാവും. ഓക്കെ. കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ഏത് ക്ലാസ് എടുത്തേ? നമ്മള് കോഗ്നോസി തന്നെ കഴിയാറായി. ഇന്ന് നാളെ കൊണ്ട് തീരേണ്ടതാണ്. ആണോ? ഉം. ഞാൻ വൈറ്റമിൻസ് വരെയാണ് തോന്നുന്നു ലാസ്റ്റ് കയറിയത്. അറ്റൻഡ് ചെയ്തത് അല്ലേ? പനിയായി പോയി. ഓക്കെ. മാറിയില്ലേ? ഇപ്പൊ ശരിയായില്ലേ? ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. തൊണ്ടവേദനയൊക്കെ. ഓക്കെ. പെർസ്റ്റീൻസ് ഒക്കെ കഴിഞ്ഞു. പെർസ്റ്റീൻസിനുണ്ടായിരുന്നു. പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. പെർഫ്യൂംസ് വരെയാന്ന് തോന്നുന്നു ഞാൻ ക്ലാസ്സിൽ കയറിയത്. ലെമൺ ഓയിലൊക്കെ, ലെമൺ ഗ്രാസ് ഓയിൽ വരെയാണ് കയറിയത് ക്ലാസ്സിൽ. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് തൊട്ട് ഞാൻ കയറിയിട്ടില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. കേൾക്കുന്നില്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? കേൾക്കാം. എത്രാമത്തെ ചാപ്റ്റർ എടുക്കുന്നേ? നമ്മുടെ ഈ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു അല്ലേ? മിസലേനിയസ് ടെക്സ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലിക്വറൈസും ഗാർലിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എടുക്കാനുള്ളത്. ഓക്കെ, ഏതാടാ? മിസലേനിയസിന്റെ ഫസ്റ്റ് ലിക്വറൈസ് പറയാം. ഓക്കെ, പിന്നെ സർജിക്കൽ ഡ്രസ്സിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 23, 24. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാട്ടോ. ഓക്കെ, ഏതാ പറഞ്ഞേ? മിസലേനിയസ് ടെക്സ്റ്റ് അല്ലേ പറഞ്ഞേ? മിസലേനിയസിന്റെ. ഓക്കെ. മിസലേനിയസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലൊന്നും പെടാണ്ട് മറ്റുള്ള വിവിധ തരം ഡ്രഗ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിസലേനിയസ് എന്ന് പറഞ്ഞാൽ വിവിധ തരം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്നത് ലിക്വറൈസ് വരുന്നുണ്ട്, ഗാർലിക് വരുന്നുണ്ട്. ലിക്വറൈസിന്റെ സിനോണിം വരുന്നത് ലിക്വറൈസ് റൂട്ട്, ഗ്ലൈസിറൈസ, മുളത്തി, അങ്ങനെ 3 പേരാണ് പറയുന്നത് കേട്ടോ. ലിക്വറൈസ് റൂട്ട്, ഗ്ലൈസിറൈസ, മുളത്തി, അങ്ങനെ 3 പേരാണ് അറിയപ്പെടുന്നത്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ലിക്വറൈസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ്, പീൽഡ് ഓർ അൺപീൽഡ് റൂട്ട്സ് ആൻഡ് സ്റ്റോളൻസ് ഓഫ് ദ പ്ലാന്റ് നോൺ ഈസ് ഗ്ലൈസിറൈസ ഗ്ലാബ്രാലിൻ. ഓക്കെ, ഏതാണ് വെറൈറ്റി? ഗ്ലൈസിറൈസ ഗ്ലാബ്രാലിൻ എന്നാണ് വെറൈറ്റിയുടെ പേര്. ഇതിൽ റൂട്ട്സും സ്റ്റോളൻസും ഓക്കെ, റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആ വേരിന്റെ ആ ഭാഗം അല്ലെ. സ്റ്റോളൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മോള പോലത്തെ സംഭവം തന്നെയാണ് അല്ലെ. ആ വേരിന്റെ ആ തണ്ടിന്റെ ആ ഭാഗമൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. റൂട്ട്സിന്റെയും സ്റ്റോളൻസിന്റെയും. പീൽഡോ അൺപീൽഡോ ആയത്. പീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? തൊലി കളഞ്ഞത് അല്ലെ. അൺപീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? തൊലി കളഞ്ഞതോ കളയാത്തതോ ആയ നമ്മുടെ സ്റ്റെമ്മിന്റെ പോർഷൻസും റൂട്ട്സിന്റെ പോർഷൻസും ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ലിക്വറൈസിന്റെ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏത് വെറൈറ്റി ആണ് വെച്ചാൽ ഗ്ലൈസിറൈസ ഗ്ലാബ്രാലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ റൂട്ട്സും സ്റ്റോളൻസും ഒക്കെ നമ്മൾ പീൽഡും അൺപീൽഡുമായ റൂട്ട്സും സ്റ്റോളൻസും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ലെഗ്യൂമിനോസയാണ്. ഫാമിലി വരുന്നത് ലെഗ്യൂമിനോസയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. പുറമെ കാണാൻ ഇതിന്റെ കളറാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, പീൽഡും അൺപീൽഡും ഒക്കെ ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് തൊലിയോട് കൂടിയിട്ട് അല്ലെ. അൺപീൽഡ് എന്ന് പറഞ്ഞാൽ അൺപീൽഡ് ആയിട്ടുള്ള, തൊലി കളയാണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ കളർ പറയുകയാണെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ ഓർ ഡാർക്ക് ബ്രൗൺ കളറാണ്.
യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇന്റേണലി അതിന്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഉള്ളിലത്തെ ഭാഗത്തിന്റെ കളർ വരുന്നത് പെയിൽ യെല്ലോ കളറാണ്. ഓക്കെ, പെയിൽ യെല്ലോ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, പെയിന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മങ്ങിയ തരത്തിലുള്ള ഒരു ടേസ്റ്റ് സ്മെല്ലുണ്ട്, അതാണ് പറയുന്നത്. പെയിന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്. ഓർഡർ എന്ന് പറഞ്ഞാല് പെയിന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മങ്ങിയ ഒരു മണുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടേതായ ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. അപ്പൊ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണ്, നല്ല മധുരമുണ്ട്. ലിക്വിറൈസ് നമ്മൾ മധുരത്തിനൊക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. മെഡിസിനൽ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിൽ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് മധുരത്തിനൊക്കെ വേണ്ടി ചേർക്കുന്നതാണ് നമ്മൾ ലിക്വിറൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇരട്ടി മധുരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ലിക്വിറൈസ്. പിന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ നീളം വരുന്നത് 20 മുതൽ 50 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വീതി വരുന്നത്. ഓക്കെ, നീളം എന്ന് പറയുന്നത് 20 മുതൽ 50 സെന്റിമീറ്റർ വരും, വീതി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഷേപ്പ് ആണെങ്കിൽ സിലിണ്ട്രിക്കൽ പീസസ് ആണ്. ഇതിന്റെ ഷേപ്പ് വരുന്നത് സിലിണ്ട്രിക്കൽ, അതായത് നമ്മൾ ഈ മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് കഷ്ണം പോലെ കുറ്റി പോലെയല്ലേ ഉണ്ടാവുക, അത് വെട്ടി കഴിഞ്ഞാലേ അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ ചെറിയ പീസസ് ആയിട്ട് സിലിണ്ട്രിക്കൽ പീസസ് ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ആസിഡ് വരുന്നുണ്ട്, ഗ്ലൈസിറൈസിൻ വരുന്നുണ്ട്, സൂക്രോസ് വരുന്നുണ്ട്, റെസിൻസ് വരുന്നുണ്ട്, ഫാറ്റ് വരുന്നുണ്ട്. കേൾക്കുന്നില്ലേ? ഗ്ലൈസിറൈസിക് ആസിഡ് വരുന്നുണ്ട്, ഗ്ലൈസിറൈസിൻ വരുന്നുണ്ട്, സൂക്രോസ് വരുന്നുണ്ട്, റെസിൻസ് വരുന്നുണ്ട്, ഫാറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഗ്ലൈസിറൈസിക് ആസിഡ്, ഗ്ലൈസിറൈസിൻ, സൂക്രോസ്, റെസിൻസ്, ഫാറ്റ്. വായിക്കാൻ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഗ്ലൈസിറൈസിക് ആസിഡ്, ഗ്ലൈസിറൈസിൻ, സൂക്രോസ്, റെസിൻസ്, ഫാറ്റ്. ഓക്കെ, ഇത്രയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ഉള്ളത്. നമ്മൾ പറയുന്നത് യൂസസ് ആണ്. യൂസസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡമൾസെന്റ്. ഡമൾസെന്റ് എന്ന് പറഞ്ഞാൽ ആശ്വാസദായകമായ എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ മൈൽഡ് എക്സ്പെക്ടോർ എന്ന് പറഞ്ഞാൽ ചുമയ്ക്കൊക്കെ കഫ് സിറപ്പിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുന്നത്, സ്വീറ്റനിങ് ഏജന്റ്, ആന്റിസ്പാസ്മോഡിക്. സ്വീറ്റനിങ് ഏജന്റ് ആന്റിസ്പാസ്മോഡിക്. പാസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കഫാണ് അല്ലെ. അപ്പൊ കഫിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിൽ നമ്മൾ സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സ്വീറ്റനിങ് ഏജന്റ് ആന്റിസ്പാസ്മോഡിക്. ഓക്കെ, അതായത് നമ്മൾ ഈ ആന്റിസ്പാസ്മോഡിക് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ലിക്വിറൈസിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി. ഇൻഫ്ലമേഷൻ നമ്മൾ നീരിനെതിരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആന്റി അൾസർ ഡ്രഗ് ആണ്. ഓക്കെ, അൾസർ എന്ന് പറഞ്ഞാൽ എന്താ, പുണ്ണാണ് അല്ലെ, പുണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലേവറിംഗ് ഏജന്റ്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറയുന്നത് സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, ലിക്വിറൈസ് ഇംപ്രൂവ്. അത് വേണ്ട, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലേവറിംഗ് ഏജന്റ് വരെ മതി കേട്ടോ. ഓക്കെ, നമ്മൾ ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അൾസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നീരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആന്റിസ്പാസ്മോഡിക് ഡ്രഗ്സിൽ നമ്മൾ സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് ചേർക്കുന്നുണ്ട്. നേരിയ തോതിലുള്ള എക്സ്പെക്ടോറന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഡെമൾസന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ലിക്വിറൈസിന്റെ യൂസസ് പറഞ്ഞത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഗാർലിക് ആണ്. ഗാർലിക്കിന്റെ സിനോണിം വരുന്നത് ആലിയം എന്നാണ്. സിനോണിം വരുന്നത് എന്താണ്, ആലിയം. ഓക്കെ, ആലിയം. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ദിസ് കൺസിസ്റ്റ് ഓഫ് ദി പ്ലാന്റ് നോൺ ആസ് ആലിയം സാറ്റൈവം ലീൻ. ഓക്കെ, അതായത് ഗാർലിക് കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗാർലിക്കിന്റെ നമ്മൾ ആ ബൾബാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഗാർലിക് എന്ന് പറയുന്നത് ഒരു ബൾബ് പോലെയാണ് കാണപ്പെടുന്നത് അതിന്റെ ഫ്രൂട്ട് അല്ലെ. ദിസ് കൺസിസ്റ്റ് ഓഫ് പ്ലാന്റ് നോൺ ആസ്, നമ്മൾ ഈ വെളുത്തുള്ളി ഏത് പ്ലാന്റിന്റെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിയം സാറ്റൈവം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ വെളുത്തുള്ളി കളക്ട് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ലിലിയാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആയിരുന്നു. കളർ എന്ന് പറഞ്ഞാൽ എന്താ, ബൾബ്സ് ആർ വൈറ്റ് കളറാണ് ബൾബ് വരുന്നത്. ഓക്കെ, വെളുത്തുള്ളിയുടെ ബൾബ് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട് അല്ലെ, ആരോമാറ്റിക് നല്ല സ്മെല്ലുണ്ട്, അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആരോമാറ്റിക് ആണ്. പഞ്ചന്റ് എന്ന് പറഞ്ഞാൽ ഒരു കുത്തണ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലെ വെളുത്തുള്ളിക്ക്. പിന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് പിന്നെ സൈസ് എന്ന് പറയുന്നത് 1.5 ടു സൈസും ചോദിക്കില്ല കേട്ടോ, 1.5 ടു 2.5 ആണ്. ഓക്കെ, നീളം വീതി ഒന്നും പറയുന്നില്ല, അത്രയും മെൻഷൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പം കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മ്യൂസിലേജ്, വോളട്ടൈൽ ഓയിൽ, ഫോസ്ഫറസ്, അയൺ, കോപ്പർ,
അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്, അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ് ആലിസിൻ. ഓക്കെ, ആലിസിൻ. അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ് ആലിസിൻ. ഇതിൽ ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ ഏതൊക്കെയാണ്? അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്, പിന്നെ ആലിസിൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഗാർലിക്കിന്റെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ, നമ്മുടെ ഡൈജഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എക്സ്പെറ്റോറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തേജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡിസിൻഫെക്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, ട്രീറ്റ്മെന്റ് ഓഫ് പൾമണറി കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോണ്ടിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കോണ്ടിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സുഗന്ധദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആന്തൽമെന്റിക് എന്ന് പറഞ്ഞാൽ എന്താ, വിരയുടെ ശല്യത്തിന്, വിര. ഓക്കെ, നമ്മുടെ ആന്തൽമെന്റിക് വിരയുടെ ശല്യത്തിന്. റൂബിഫേഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരീരം മീനിങ് പറയുന്നത് കേട്ടോ. ആന്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ എതിരെ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്ടീരിയയുടെ പ്രവർത്തനത്തിന് തടയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഹൈ ബ്ലഡ് പ്രഷർ ഹൈ BP ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗാർലിക് സഹായിക്കുന്നുണ്ട് കേട്ടോ. BP കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ അതിറോസ്ക്ലിറോസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, കൊളസ്ട്രോൾ സപ്രസിങ്, കൊളസ്ട്രോളും കുറയ്ക്കുന്നുണ്ട്, പ്രഷറും കുറയ്ക്കുന്നുണ്ട്, അതിറോസ്ക്ലിറോസിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗാർലിക് അതിറോസ്ക്ലിറോസിന് സഹായിക്കുന്നുണ്ട്, കൊളസ്ട്രോളിന് വേണ്ടി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി 22. നമ്മള് ഫൈബ്രസ് സർജിക്കൽ ഡ്രസ്സിംഗ് ആണ് കേട്ടോ. അത് DRE ആണ് വരുന്നത്. ചാപ്റ്ററിന്റെ പേര് ഫൈബ്രസ് ഡ്രസ്സിംഗ് ആൻഡ് ഫ്യൂച്ചർ. സർജിക്കൽ ഫൈബ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വിവിധ തരം സോഴ്സ് നമുക്ക് ഫൈബ്രസ് കിട്ടുന്നുണ്ട് അല്ലെ. ഫൈബ്രസിന്റെ അർത്ഥം എന്താ വരുന്നത്, നാരുകൾ എന്നാണ് വരുന്നത് അല്ലെ. ഓക്കെ, സർജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫൈബ്രസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദ ഫൈബ്രസ് ഒബ്റ്റൈൻഡ് ഫ്രം വാരിയസ് സോഴ്സസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ്. നമുക്ക് ഫൈബ്രസ് വിവിധ തരം സോഴ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഉറവിടം അല്ലെ. വിവിധ തരം സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ മെയിൻ ആയിട്ട് 4 സോഴ്സുകളാണുള്ളത്. പ്ലാന്റ് ഫൈബ്രസ് ഉണ്ട്, അനിമൽ ഫൈബ്രസ് ഉണ്ട്, റീജനറേറ്റഡ് ആൻഡ് സിന്തറ്റിക് ഫൈബ്രസ് ഉണ്ട്, നാലാമത്തെ വരുന്നത് മിനറൽ ഫൈബ്രസ് ഉണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള ഫൈബ്രസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്ലാന്റ്സ് നിന്ന് കിട്ടുന്നുണ്ട്, അനിമൽസ് നിന്ന് കിട്ടുന്നുണ്ട്, റീജനറേറ്റഡ് ആൻഡ് സിന്തറ്റിക് ഫൈബ്രസ് ഉണ്ട്, പിന്നെ നാലാമത്തെ വരുന്നത് മിനറൽ ഫൈബ്രസ് ആണ്. പ്ലാന്റ് ഫൈബ്രസ് എന്നാൽ നമുക്ക് പ്ലാന്റ്സ് നിന്ന് ഏതൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെ പിക്ചറൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ജൂട്ട്, ഫ്ലാക്സ്, ബനാന, കോട്ടൺ, ഹെമ്പ്. കോട്ടൺ വേറെ, ഹെമ്പ് വേറെയാണ് കേട്ടോ. കോട്ടൺ, ഹെമ്പ്. ഓക്കെ, കോട്ടൺ ഹെമ്പാണ്. ഇതൊക്കെ കിട്ടുന്നത് പ്ലാന്റ്സ് നിന്ന് കിട്ടുന്നതാണ്. അനിമൽ ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ സിൽക്ക് വൂളാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റീജനറേറ്റഡ് ആൻഡ് സിന്തറ്റിക് ഫൈബ്രസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫൈബ്രസ് റീജനറേറ്റഡ് ഫ്രം നമുക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽസ് ഫൈബ്രസ് കിട്ടുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റീരിയൽസ് നമ്മൾ ഫൈബ്രസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താണ്, സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഫൈബ്രസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഫൈബ്രസ് റീജനറേറ്റഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, ഫൈബ്രസ് നമ്മൾ ഉണ്ടാക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽസ് ഏതൊക്കെ ഫൈബ്രസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൽജിനേറ്റ് യാൺ. ഓക്കെ, ആൽജിനേറ്റ് യാൺ, പിന്നെ യാൺ എന്നാണ് കേട്ടോ, YARN ആണ് ആൽജിനേറ്റ് യാൺ. ആർട്ടിഫിഷ്യൽ സിൽക്ക്, പിന്നെന്താണ് വരുന്നത്, ഓർ റയോൺ ഓർ റീജനറേറ്റഡ് സെല്ലുലോസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് മെറ്റീരിയൽസിൽ നിന്ന് നമ്മൾ റീജനറേറ്റ് ചെയ്തെടുക്കുന്ന ഫൈബ്രസ് ഏതൊക്കെയാണ് വരുന്നത്, ആൽജിനേറ്റ് യാൺ വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ സിൽക്ക് വരുന്നുണ്ട്, പിന്നെ റയോൺ വരുന്നുണ്ട്, എന്താണ് റീജനറേറ്റഡ് സെല്ലുലോസ് ഒക്കെ വരുന്നുണ്ട്. രണ്ടാമത്തെ വരുന്നത് ഫൈബ്രസ് റീജനറേറ്റഡ് ഫ്രം പ്രോട്ടീൻ മെറ്റീരിയൽസ്. ഓക്കെ, ഫൈബ്രസ് നമ്മൾ റീജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഏതെന്നാണ്, പ്രോട്ടീൻ മെറ്റീരിയൽസ് എന്നാണ്. ഓക്കെ, ഏതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്, ഏതൊക്കെയാണ്, ഗ്രൗണ്ട് നട്ട് പ്രോട്ടീൻ. ഗ്രൗണ്ട് നട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിലക്കടല എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിൻ്റെ അകത്ത് നമ്മൾ ഫൈബ്രസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താണ്, മിൽക്ക് കസീൻ നിന്ന് നമ്മൾ ഫൈബ്രോയിൻ ഉണ്ടാക്കി എടുക്കുന്നതൊക്കെ. ഓക്കെ, നമുക്ക് മിൽക്ക് കസീൻ നിന്ന് നമ്മൾ ഫൈബ്രോയിൻ ഉണ്ടാക്കി എടുക്കുന്നതൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പ്രോട്ടീൻ മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഫൈബ്രസ് ഏതൊക്കെയാണ്, ഗ്രൗണ്ട് നട്ട് പ്രോട്ടീൻ എക്സാമ്പിൾ ആണ്. പിന്നെ ഏതാണ്, മിൽക്ക് കസീൻ നിന്ന് നമ്മൾ ഫൈബ്രോയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിന്തറ്റിക് ആണ്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് മനുഷ്യനിർമ്മിതമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെ.
ഏതൊക്കെ വരുന്നത്? നൈലോൺ വരുന്നുണ്ട്, ടെറിലിൻ വരുന്നുണ്ട്, ഓർലോൺ വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ വരുന്നത്? നൈലോൺ വരുന്നുണ്ട്, ടെറിലിൻ വരുന്നുണ്ട്, ഓർലോൺ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മിനറൽ ഫൈബേഴ്സ് ആണ്. മിനറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാസ്, ആസ്ബെറ്റോസ്, വാരിയസ് ഓക്കെ, മിനറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മിനറൽ ഫൈബേഴ്സ് ഏതൊക്കെ വരുന്നത്? ഗ്ലാസ് വരുന്നുണ്ട്, ആസ്ബെറ്റോസ് വരുന്നുണ്ട്. അങ്ങനെ രണ്ട് ഘടകങ്ങൾ, രണ്ട് എക്സാമ്പിൾസ് ആണ് വരുന്നത് കേട്ടോ. മിനറൽ ഫൈബേഴ്സിൽ ഏതൊക്കെ വരുന്നത്? ഗ്ലാസ് വരുന്നുണ്ട്, ആസ്ബെറ്റോസ് വരുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണമാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫൈബ്രസ് എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളത് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ആണ് ചെയ്യുക. അതായത് നമ്മളതിനെ അതാണ് പറയുന്നത് അതാണ് പറയുന്നത് വാരിയസ് കെമിക്കൽ ടെസ്റ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫൈബർ എന്താന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്ത തരം കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്യും. The microscopical examination is the main criterion to confirm the identity of fibers. Okay, അതായത് നമ്മളിത് നമുക്ക് ഏതാണ് ഫൈബ്രസ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. നമുക്കൊരു ഫൈബ്രസ് വന്നിട്ട് ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ കുറേ കെമിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി നോക്കും. എന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്താലും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുക വെച്ചാൽ നമ്മൾ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? കൊമേഴ്ഷ്യലി എന്ന് പറഞ്ഞാൽ വ്യാവസായികപരമായിട്ട് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫോർ വീവിംഗ് ദ ക്ലോത്ത് ആസ് എ ഫിൽറ്ററിംഗ് മീഡിയം ആൻഡ് ഓൾസോ ഫോർ ഇൻസുലേഷൻ പർപ്പസസ്. അതായത് വ്യാവസായികപരമായിട്ട് നമ്മുടെ ഫൈബേഴ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തുണിത്തര വ്യവസായങ്ങൾ അല്ലേ? തുണി വ്യവസായങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. വീവ് ചെയ്യാന്ന് പറഞ്ഞാൽ നെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? വീവിംഗ് ദ ക്ലോത്ത്, അതായത് വസ്ത്രങ്ങൾ നെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ. പിന്നെന്താണ്? ഫിൽറ്ററിംഗ് മീഡിയം. ഓക്കെ, ഫിൽറ്ററിംഗ് മീഡിയം അരിച്ചെടുക്കാനുള്ള ഒരു മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അരിപ്പയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലേഷൻ പർപ്പസ്, ഇൻസുലേറ്റ് ചെയ്യാന്ന് എന്താ? കവർ ചെയ്യാന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ? ഇൻസുലേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫൈബ്രസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ക്ലോത്തുകൾ വീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? ഫിൽറ്ററിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസുലേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഫൈബ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ കോട്ടനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. കോട്ടൺ ഏത് സോഴ്സ് ആണ്? പ്ലാന്റ് സോഴ്സ് ആണോ ആനിമൽ സോഴ്സ് ആണോ മിനറൽ സോഴ്സ് ആണോ? ഏത് സോഴ്സ് ആണ് കോട്ടൺ? പ്ലാന്റ് സോഴ്സ് ആണ് അല്ലേ കോട്ടൺ? കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ഞിയാണ് അല്ലേ? നമുക്ക് പരുത്തി ചെടിയിൽ നിന്നാണ് ഈ പഞ്ഞി കിട്ടുന്നത്, പരുത്തി നിന്നാണ് അല്ലേ? ഓക്കെ, സിനോണിം നോക്കുന്നത് സിനോണിം പറയുന്നത് കോട്ടൺ വൂള്, പ്യൂരിഫൈഡ് കോട്ടൺ, പിന്നെ എന്താ വരുന്നത്? കോട്ടൺ, അബ്സോർബന്റ് കോട്ടൺ, സർജിക്കൽ കോട്ടൺ. ഇത്രയൊക്കെയാണ് കോട്ടന്റെ സിനോണിം വരുന്നത്. കോട്ടൺ വൂൾ, പ്യൂരിഫൈഡ് കോട്ടൺ, അബ്സോർബന്റ് കോട്ടൺ, സർജിക്കൽ കോട്ടൺ, ഇതൊക്കെയാണ് കോട്ടന്റെ സിനോണിം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്. Cotton consists of the epidermal trichomes of hairs of seeds of cultivated species of the Gossypium. ഏതൊക്കെ ഗോസിപ്പിയ വെച്ചാൽ ഗോസിപ്പിയം ഹെർബേഷ്യം, ഗോസിപ്പിയം ബാർബഡൻസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി മാൽവാസിയെ. അതായത് നമ്മൾ എന്താണ് ഈ ചെടിയുടെ, അതായത് ഗോസിപ്പിയം എന്ന് പറഞ്ഞ സ്പീഷീസിൽ ഉൾപ്പെട്ട ആ ചെടിയുടെ സീഡ്സിൽ നിന്ന് സീഡ്സ് ഓക്കെ, അതായത് പരുത്തി ചെടിയുടെ പരുത്തിക്കുരു എന്ന് പറയില്ലേ? അതാണ് നമ്മൾ ആ സീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സീഡ്സിൽ എന്തുണ്ടാവും? ഇങ്ങനെ എപ്പിഡെർമൽ ട്രൈക്കോംസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള നാരുകൾ അല്ലെങ്കിൽ എപ്പിഡെർമൽ ട്രൈക്കോംസ് ഓർ ഹെയേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ? അതിലുള്ള നാരുകളാണ്, ഈ സീഡ്സിലുള്ള നാരുകളാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക? കോട്ടൺ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഗോസിപ്പിയം സ്പീഷീസിൽ ഉൾപ്പെടുന്ന സീഡ്സിന്റെ ഹെയേഴ്സ് അല്ലെങ്കിൽ എപ്പിഡെർമൽ ട്രൈക്കോംസ് ആണ് നമ്മൾ കോട്ടൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഗോസിപ്പിയത്തിൽ തന്നെ മെയിൻ ആയിട്ട് 2 വെറൈറ്റീസ് വരുന്നുണ്ട്. ഗോസിപ്പിയം ഹെർബേഷ്യം വരുന്നുണ്ട്, ഗോസിപ്പിയം ബാർബഡൻസും വരുന്നുണ്ട്. ഗോസിപ്പിയം ഹെർബേഷ്യം വരുന്നുണ്ട്, ഗോസിപ്പിയം ബാർബഡൻസും വരുന്നുണ്ട്. ഗോസിപ്പിയം ഹെർബേഷ്യം ആൻഡ് ഗോസിപ്പിയം ബാർബഡൻസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി മാൽവാസിയെ. ഫാമിലി വരുന്നത് മാൽവാസിയെ ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ കോട്ടൺ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. കോട്ടന്റെ കളർ വരുന്നത് നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ടാണ് അതിന്റെ കളർ വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെന്താണ് ബ്ലീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിനെ അത്രയും സ്റ്റെറിലൈസ് ചെയ്തിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ അല്ലേ? ഓക്കെ, പിന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആണ്, മണമില്ല അല്ലേ? ടേസ്റ്റും ഇല്ല. പിന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 2.5 to 4.5 സെന്റിമീറ്റർ ഇൻ ലെങ്ത് വരുന്നുണ്ട്. പിന്നെന്താണ് 25 to 35 മൈക്രോൺ ഇൻ ഡയമീറ്റർ. ഡയമീറ്റർ അത്രയും ചെറുതാണ്, മൈക്രോണേ വരുന്നുള്ളൂ.
നീളം വരുന്നുണ്ട് അല്ലേ 2.5 മുതൽ 4.5 വരെയൊക്കെ ആയിരിക്കാം സെന്റിമീറ്റർ ലെങ്ത് വരുന്നത്. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആണ് അല്ലേ. എത്ര വരുന്നത് 25 to 35 മൈക്രോണേ വരുന്നുള്ളൂ കേട്ടോ. ഇത് ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. 90% ഓഫ് സെല്ലുലോസ് വരുന്നുണ്ട്, പിന്നെ സെല്ലുലോസ് വരുന്നുണ്ട്, മോയ്സ്ചർ വരുന്നുണ്ട്, വാക്സ് വരുന്നുണ്ട്, ഫാറ്റ്. ഓക്കെ, ഇത്രയാണ് വരുന്നുള്ളൂ. കെമിക്കൽ ടെസ്റ്റ് നമുക്ക് പഠിക്കാനില്ല കേട്ടോ, നമ്മുടെ സിലബസിലില്ല. പിന്നെ നമ്മൾ പറയുന്ന യൂസസ് ആണ്. യൂസ് ചെയ്യുന്നത് എന്താണ്? ഫിൽറ്ററിംഗ് മീഡിയം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫിൽറ്ററിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സർജിക്കൽ ഡ്രസ്സിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സർജിക്കൽ ഡ്രസ്സിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽറ്ററിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽറ്ററിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ അരിക്കാൻ തന്നെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സർജിക്കൽ ഡ്രസ്സിങ്സ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യില്ലേ, ഡ്രസ് ചെയ്യില്ലേ നമ്മൾ മുറിവ്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കോട്ടൺ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ബ്ലഡും മ്യൂക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ചെലം എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ സംഭവം മ്യൂക്കസ് പസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ ഉപയോഗിക്കും അല്ലേ. അതാണ് പറയുന്നത്. കോട്ടൺ, അബ്സോർബന്റ് കോട്ടൺ അബ്സോർബ്സ് ബ്ലഡ് മ്യൂക്കസ് പസ് ആൻഡ് പ്രിവെന്റ്സ് എ വൂണ്ട് ഫ്രം എന്നാണ് കേട്ടോ. വൂണ്ട്സ് ഫ്രം ഇൻഫെക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. അതായത് നമ്മൾ ഈ അബ്സോർബന്റ് കോട്ടൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെയും മ്യൂക്കസിനെയും പസ്സിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അബ്സോർബ് ചെയ്തെടുക്കുന്ന നമ്മുടെ മുറിവിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ കോട്ടൺ നമ്മുടെ പസ്സിനെയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വൂണ്ടിനെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ, മൈക്രോ ഓർഗാനിസം ഒക്കെ ഈ വൂണ്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? മുറിവ് ഇൻഫെക്ഷൻ ആവും അല്ലേ. അങ്ങനെ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി വൂണ്ടിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ആര് സഹായിക്കുന്നുണ്ട്? കോട്ടൺ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു കവറിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? സ്റ്റോറേജ് നമുക്ക് പഠിക്കാനൊന്നുമില്ല, എന്നാലും ജസ്റ്റ് പറയാം. കോട്ടൺ ഷുഡ് ബി കൂൾ പ്ലേസിലാണ് നമ്മൾ കോട്ടൺ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. പിന്നെന്താണ്? കോട്ടൺ നമ്മൾ നന്നായി പൊതിഞ്ഞിട്ട് വേണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ പൊതിഞ്ഞില്ല വെച്ചാൽ അതിൽ എന്തുണ്ടാവും? മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഒക്കെ വരും അല്ലേ. അഴുക്കും കാര്യങ്ങളും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വരും. പിന്നെ നമ്മൾ ആ കോട്ടൺ എണ്ണ എടുത്തിട്ട് മുറിവ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല അല്ലേ. അപ്പോൾ മൈക്രോ ഓർഗാനിസം ഒക്കെ വൂണ്ടിൽ വന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജൂട്ടാണ്. ജൂട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഫൈബ്രസ് ആണ്? പ്ലാന്റ് ഫൈബ്രസ് ആണോ അനിമൽ ഫൈബ്രസ് ആണോ? പ്ലാന്റ് ഫൈബ്രസ് ആണ് അല്ലേ ജൂട്ട്. ഓക്കെ, ജൂട്ടിന്റെ സിനോണിം വരുന്നത് ഗണ്ണി എന്നാണ്. ഗണ്ണി. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്ലോയം ഫൈബ്രസ് ഓഫ് സ്റ്റെം ബാർ ഓഫ് വാരിയസ് സ്പീഷീസ്. ഓക്കെ, വാരിയസ് സ്പീഷീസ് ഓഫ് കോർക്കോറസ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ കാപ്സുലാരിസ്. എന്താണ് വായിക്കുക? കോർക്കോറസ് കാപ്സുലാരിസ് എന്നേ ഉള്ളൂ കേട്ടോ, ഒറ്റ പേരേ ഉള്ളൂ. വാരിയസ് സ്പീഷീസ് കഴിഞ്ഞിട്ട് പിന്നെ ഈ വരുന്നത് ഇതാണ് കേട്ടോ, കോർക്കോറസ് കാപ്സുലാരിസ് ലിൻ ബിലോങ്ങിങ് ടു ദി ഫാമിലി ടിലിയാസി ആണ് ഫാമിലി വരുന്നത്. അതായത് സ്റ്റെമ്മിൽ ഉണ്ടാവുന്ന ഫ്ലോയം ഫൈബേഴ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മൾ ജൂട്ടിന്റെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോർക്കോറസ് കാപ്സുലാരിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ. ഓക്കെ, ഏതാണ് വെറൈറ്റി വരുന്നത്? കോർക്കോറസ് കാപ്സുലാരിസ് ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയിൽ നിന്നും അതിന്റെ സ്റ്റെമ്മിലുള്ള ഫ്ലോയം ഫൈബേഴ്സ് ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ജൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ഇതിന്റെ ഫാമിലി വരുന്നത് ഏതാണ്? ടിലിയാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ജൂട്ടിന്റെ സിനോണിം വരുന്നത് ഗണ്ണി എന്നാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ കോർക്കോറസ് കാപ്സുലാരിസ് എന്ന് പറഞ്ഞ വെറൈറ്റി സ്പീഷീസിൽ ഉൾപ്പെട്ട ചെടിയുടെ ഇതിന്റെ സ്റ്റെമ്മിൽ നിന്നും നമ്മൾ ഫ്ലോയം ഫൈബേഴ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ജൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ ഫാമിലി വരുന്നത് ഏതാണ്? ടിലിയാസി ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ആണ് വരുന്നത് അല്ലെ, ഒരു മഞ്ഞ കളർന്ന കാപ്പി നിറാണ് വരുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 0.8 to 5 millimeter ആണ് വരുന്നത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 10 to 25 millimeter ആണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. സെല്ലുലോസ് വരുന്നുണ്ട്, ഹെമി സെല്ലുലോസ് വരുന്നുണ്ട്, ലിഗ്നിൻ വരുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇത്രയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഏതൊക്കെ വരുന്നത്? സെല്ലുലോസ് വരുന്നുണ്ട്, ഹെമി സെല്ലുലോസ് വരുന്നുണ്ട്, ലിഗ്നിൻ വരുന്നുണ്ട്. ലിഗ്നിൻ. ഓക്കെ, സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പിന്നെ വരുന്നത് ലിഗ്നിൻ ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്? കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടാണ് കേട്ടോ സ്പീഡിൽ പോകുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് പാഡിങ് സ്പ്ലിൻസ്. അതായത് നമ്മൾ ഈ മുറി നമ്മുടെ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് കെട്ടിയിട്ട് ഒരു കൈ ഇങ്ങനെ കൊളത്തി പിടിക്കില്ലേ, സ്പ്ലിന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പാഡിങ് സ്പ്ലിന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി കട്ടി പ്രഷർ കൊടുത്തിട്ട് ഫിൽറ്റർ ചെയ്യണതിനാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്യാന്ന് പറയാം. ഓക്കെ, അതാണ് പറയും സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഫിൽറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, പാഡിങ് സ്പ്ലിൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് പാഡിങ് സ്പ്ലിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫിൽറ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ യൂസ്? പിന്നെന്താണ്, ജൂട്ട് ഫൈബ്രസ്. ജൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പിക്ചർ നമ്മൾ കഴിഞ്ഞ കണ്ടായിരുന്നു. ജൂട്ട് ഫൈബ്രസ് ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കോഴ്സ് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ജൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബാഗുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ജൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെമ്പാണ്. ഓക്കെ, ഹെമ്പ്. ദീസ് ആർ പെരിസൈക്ലിക് ഫൈബ്രസ് ഓഫ് ദി പ്ലാന്റ് നോൺ ആസ് കന്നാബിസ് സാറ്റൈവ. ഓക്കെ, അതായത് നമ്മൾ ഏത് പ്ലാന്റിന്റെയാണ് നമ്മൾ ഫൈബ്രസ് കളക്ട് ചെയ്യുന്നത്, പെരിസൈക്ലിക് ഫൈബ്രസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഏത് പ്ലാന്റിന്റെയാണ്? ഹെമ്പിന്റെ. ഹെമ്പ് എന്ന് പറയുന്നത് കന്നാബിസ് സാറ്റൈവ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് നമ്മൾ ഹെമ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസിയാണ് ഫാമിലി വരുന്നത്. ഓക്കെ, കന്നാബിനേസിയ എന്നാണ് കേട്ടോ. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നോട്ടിൽ. കന്നാബിനേസിയയുടെ സ്പെല്ലിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? CANNA കന്ന BI അല്ലെ, CANACEAE കന്നാബിനേസിയ ആണ് സ്പെല്ലിംഗ് വരുന്നത് കേട്ടോ. ഓക്കെ, കന്നാബിസ് സാറ്റൈവ എന്ന് പറഞ്ഞ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റിന്റെ പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് നമ്മൾ ഹെമ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസി ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സായ്ക്ലോത്ത്. ഇതിന്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. സായ്ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം തുണി മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, സായ്ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, റോപ്സ്, കയറ്. ട്വിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പിരിക്കുക എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കയറൊക്കെ പിരിച്ചിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ട്വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പിരിക്കുക, അങ്ങനെ എന്തോ സംഭവമാണ് വരുന്നത്. റോപ്സ് എന്ന് പറഞ്ഞാൽ കയറാണ് വരുന്നത്. കയർ ഉണ്ടാക്കാനും സായ്ക്ലോത്ത് ഉണ്ടാക്കാനും ട്വിൻ ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഹെമ്പ് ഫൈബ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫാർമസ്യൂട്ടിക്കലി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുള്ളൂ? ഹെമ്പ് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഫാർമസ്യൂട്ടിക്കലി നമ്മൾ കോഴ്സ് ഫിൽട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹെമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ലെസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പക്ഷെങ്കിൽ അത് അത്ര കണ്ട് പ്രധാനപ്പെട്ടതൊന്നല്ല. ഈ ഫിൽട്രേഷൻ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നില്ല, ഹെമ്പ് വെച്ചിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, റെയർ ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്ലാക്സ് ആണ്. ഫ്ലാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ഫ്ലാക്സ് സീഡ് ഒക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, ഫ്ലാക്സ്. ഫ്ലാക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പെരിസൈക്ലിക് ഫൈബേഴ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സ്റ്റെം പ്ലാന്റ് ഓഫ് ലിനം ഉസിറ്റാറ്റിസിമം. ഏതാണ് വെറൈറ്റി വരുന്നത്? ലിനം ഉസിറ്റാറ്റിസിമം. വെറൈറ്റിയുടെ പേര് നോക്കിക്കോളൂ കേട്ടോ. ലിനം ഉസിറ്റാറ്റിസിമം. ലിനം ഉസിറ്റാറ്റിസിമം എന്ന് പറഞ്ഞ സ്പീഷീസിൽ പെട്ട ചെടിയുടെ പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് ആ സ്റ്റെമ്മിൽ വരുന്നത്. സ്റ്റെം എന്ന് പറഞ്ഞാൽ തണ്ടിൽ വരുന്ന പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലിനാസിയ ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. ഓക്കെ, ഫ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സിന്റെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത് അതായത് നമ്മൾ ലിനം ഉസിറ്റാറ്റിസിമം എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ നിന്നും നമ്മൾ അതിന്റെ ഫൈബേഴ്സ് ആണ്, പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് നമ്മൾ ഫ്ലാക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലിനാസിയ ആണ് ഫാമിലി വരുന്നത്. ലിനം ഉസിറ്റാറ്റിസിമം ആണ് വെറൈറ്റിയുടെ പേര്. ഇതിന്റെ സ്റ്റെമ്മിൽ നിന്നും കളക്ട് ചെയ്യുന്ന പെരിസൈക്ലിക് ഫൈബേഴ്സ് ആണ് നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലിനാസിയ ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റുവൻസ് ആണ് വരുന്നത്. ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, മ്യൂസിലേജ് വരുന്നുണ്ട്. കെമിക്കൽ കോൺസ്റ്റുവൻസ് ഏതൊക്കെയാണ് വരുന്നത്? ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, മ്യൂസിലേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഇതൊക്കെയാണ് രണ്ടെണ്ണേ വരുന്നുള്ളൂ. കെമിക്കൽ കോൺസ്റ്റുവൻസ് ഏതൊക്കെ വരുന്നത്? ഫിക്സ്ഡ് ഓയിൽ വരുന്നുണ്ട്, മ്യൂസിലേജ് വരുന്നുണ്ട്. പിന്നെ യൂസസ് പറയുന്നത് ലിൻഡ് ഉണ്ടാക്കാൻ വേണ്ടി. ലിൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? പാഡിങ് സ്പ്ലിന്റ്. ലിൻഡ് ഉണ്ടാക്കാൻ ചെയ്യുന്നുണ്ടോ? ലിൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? ഫിൽറ്ററിങ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ആനിമൽ ഫൈബേഴ്സ് ആണ് പറയുന്നത്. സിൽക്ക്, വൂള് ആൻഡ് ഹോഴ്സ്.
ഓക്കെ, സിൽക്ക് അറിയാലേ, സിൽക്ക് നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്? പട്ടുനൂൽപ്പുഴു എന്നാണ് അല്ലേ, മൾബറി ചെറിയ ചെടിയിലേ നിൽക്കുന്നത്. ഓക്കെ, അതായത് പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയുന്ന വൂൾ എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിൽ നിന്നാണ്, ഷീപ്പിൽ നിന്നാണ് നമ്മൾ വൂള് കളക്ട് ചെയ്യുന്നത്. പിന്നെ ഹോഴ്സ് ഹെയർസ് അല്ലേ, ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കുതിരയാണ് അല്ലേ, കുതിരയുടെ ഹെയർസ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ആനിമൽ ഫൈബേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് സിൽക്ക്, വൂൾ ആൻഡ് ഹോഴ്സ് ആർ ദ ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ സിൽക്കിന്റെയും വൂളിന്റെയും ഹോഴ്സ് ഒക്കെ നമ്മൾ എന്ത് ഫൈബേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ. സിമിലാർ ടു പ്ലാന്റ് ഫൈബേഴ്സ് ഓഫ് ദീസ് ദ ഫോർമർ ടു ആർ ദ ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ പ്ലാന്റ് ഫൈബേഴ്സ് മാത്രമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അനിമൽ ഫൈബേഴ്സ് മാത്രമാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്നൊന്നുമില്ല. പ്ലാന്റ് ഫൈബേഴ്സ് ആയാലും അനിമൽ ഫൈബേഴ്സ് ആയാലും പ്ലാന്റ് ഫൈബേഴ്സിന്റെ പോലെ തന്നെ സിമിലാർ എന്ന് പറഞ്ഞാൽ സാമ്യമായിട്ട് അല്ലേ, പ്ലാന്റ് ഫൈബേഴ്സ് പോലെ തന്നെ നമ്മൾ അനിമൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിൽക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിൽക്ക് ബയോളജിക്കൽ സോഴ്സ്. സിൽക്ക് നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കൊക്കൂൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പട്ടുനൂൽ പുഴുവിന്റെ പുറമെ ഒരു വൈറ്റ് കളറിലൊരു ആവരണം കാണും അല്ലേ, ഒരു കൂട് പോലെ ജസ്റ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ കൊക്കൂൺസ് എന്ന് പറയുന്നത്. ഈ കൊക്കൂൺസ് എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സിൽക്ക് കിട്ടുന്നത്. അതാണ് പറയുന്നത്. ദീസ് ആർ ദി, നമ്മൾ ഓർമ്മയുണ്ടോ ഒരു കൊട്ടയിൽ ഇട്ടിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു കൊട്ട, റൗണ്ട് കൊട്ടയിൽ ഇട്ടിട്ട് നമ്മൾ കണ്ടില്ലേ, വൈറ്റ് ഒരു റൗണ്ട് ഓവൽ ഷേപ്പ് പോലെ ആയിട്ട്. ഒരു പഞ്ഞിയുടെ ഒരു ഉരുള പോലെ നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ. ഓക്കെ, അതാണ് കൊക്കൂൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് പൊട്ടുനൂൽപ്പുഴു ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ കൊക്കൂൺസിൽ നിന്ന് കിട്ടുന്ന ഈ ഫൈബേഴ്സ് ആണ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നത്? സിൽക്കായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാ സിൽക്ക് വോമെന്നൊന്നും ഇത് കിട്ടില്ല അല്ലേ. നമുക്ക് കൊക്കൂൺസ് ഓഫ് ബോംബിക്സ് മോറി, കൂടുതലായിട്ട് നമ്മൾ എന്താ കാണുന്നത്? ബോംബിക്സ് മോറി ആൻഡ് അതർ സ്പീഷീസ് ഓഫ് ബോംബിക്സ് ഇനത്തിൽപ്പെട്ട സിൽക്ക് വോമെന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? സിൽക്ക് കളക്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അതായത് ഈ നമ്മുടെ സിൽക്ക് വോമിന്റെ വേറെ പേര് എന്ന് പറയുന്നത് എന്താണ്? മൾബറി സിൽക്ക് വോം എന്നാണ്. ഓക്കെ, മൾബറി സിൽക്ക് വോം. ബോംബിക്സ് മോറിയുടെ വേറെ പേര് എന്ന് പറയുന്നത് എന്താണ്? മൾബറി സിൽക്ക് വോം എന്നാണ്. ഇത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. These are the fibers obtained from the cocoons of Bombyx mori. ഈ ഫൈബേഴ്സ് നമുക്ക് കിട്ടുന്നത് ഏത് സ്പീഷീസ് നിന്നാണ്? കൊക്കൂൺസ് ഓഫ് ബോംബിക്സ് മോറിയുടെയും പിന്നെന്താണ് ബോംബിക്സ് ഇനത്തിൽപ്പെട്ട വേറെ സിൽക്ക് വോമിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സിൽക്ക് ഫൈബേഴ്സ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ബോംബിക്സ് മോറി ആൻഡ് അതർ സ്പീഷീസ് ഓഫ് ബോംബിക്സ് ഇനത്തിൽപ്പെട്ട സ്പീഷീസിൽ നിന്നും ബോംബിക്സ് മോറിയുടെ കൊക്കൂൺസിൽ നിന്നാണ് നമുക്ക് സിൽക്ക് ഫൈബേഴ്സ് കിട്ടുന്നത്. പിന്നെ ആ ബോംബിക്സ് മോറിന്നും ബോംബിക്സ് സ്പീഷീസിൽ നിന്നും മാത്രമല്ല ആന്ത്രിയ സ്പീഷീസിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്താണ്? ആന്ത്രിയ സ്പീഷീസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സിൽക്ക് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ബോംബിസിഡെയാണ്. അപ്പോൾ 3 ആൾക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കിട്ടുന്നത് ഏതാ നമ്മൾ പറഞ്ഞത്? ബോംബിക്സ് മോറിയിൽ നിന്ന് നമുക്ക് സിൽക്ക് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ബോംബിക്സിന്റെ തന്നെ വേറെ സ്പീഷീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആന്ത്രിയ സ്പീഷീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ 3 ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സിൽക്ക് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട് അല്ലേ. ബിലോങ്ങിങ് ടു ദി ഫാമിലി ഏതാ പറയുന്നത്? ബോംബിസിഡെയാണ് ഫാമിലി പറഞ്ഞത്. ബോംബിസിഡെ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ സിൽക്കിൽ വരുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. ഫൈബ്രോയിൻ വരുന്നുണ്ട്, അമിനോ ആസിഡ് വരുന്നുണ്ട്, ഗ്ലൈസിൻ വരുന്നുണ്ട്, അലാനിൻ വരുന്നുണ്ട്. ഏതൊക്കെ വരുന്ന? ഫൈബ്രോയിൻ വരുന്നുണ്ട്, അമിനോ ആസിഡ്സ് വരുന്നുണ്ട്, അമിനോ ആസിഡ്സ്, ഗ്ലൈസിൻ. ഓക്കെ, അമിനോ ആസിഡ്സ്, ഗ്ലൈസിൻ, അലാനിൻ. ഓക്കെ, ഫൈബ്രോയിൻ, അമിനോ ആസിഡ്സ്, ഗ്ലൈസിൻ, അലാനിൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന യൂസസ് ആണ്. യൂസസ് വരുന്നത് എന്താ? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? തുന്നാന്നുള്ള അർത്ഥമാണ് അല്ലേ. വ്യത്യസ്ത തരം ഫ്യൂച്ചർ തുന്നാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സീവ് എന്ന് പറഞ്ഞാൽ അരിപ്പകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ലിഗേച്ചേഴ്സ് പ്രിപ്പയർഡ് ഫ്രം സിൽക്ക്. ലിഗേച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിഗേച്ചേഴ്സ് കെട്ടാൻ വേണ്ടിട്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൂളാണ് അല്ലേ. വൂൾ എന്ന് പറഞ്ഞാൽ എന്താ? വൂള് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്മരിയാടിന്ന് കിട്ടുന്നതാണ് അല്ലേ. ഈ വൂള് കമ്പിളിയൊക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ വൂള് എന്ന് പറയുന്നത് അല്ലേ. അതാണ് പറയുന്നത്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് വൂൾ ഓർ വൂൾ ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്ലീസ്. ഫ്ലീസ് എന്ന് പറഞ്ഞാൽ ഫ്ലീസസ് എന്ന് പറഞ്ഞാൽ എന്താ? തൊപ്പാന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് ഫ്ലീസസ് എന്ന് പറയുന്നത്. ഓക്കെ, വൂൾ എന്ന് പറഞ്ഞാൽ എന്താ? വൂൾ ഓർ വൂൾ ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്ലീസസ് ഓഫ് ഷീപ്പ് ഓർ ഓവിസ് എറീസ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട
ഷീപ്പിൽ നിന്നാണ്, ഓവിസെറീസ് ഇനത്തിൽപ്പെട്ട ഷീപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ഇതാക്കുന്നത്, വൂൾ ഫൈബേഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലേ. വൂൾ ഫൈബേഴ്സ് കളക്ട് ചെയ്യുന്നത് ബിലോങ് ടു ദി ഫാമിലി വരുന്നത് ബോവിഡെ ആണ്. ഓക്കെ, ഓവിസ് എറീസ് ഇനത്തിൽപ്പെട്ട ഷീപ്പിൽ നിന്നാണ്, ഷീപ്പിന്റെ ഫ്ലീസസിൽ നിന്നാണ്, ഫ്ലീസസ് എന്ന് പറയുന്നത് തൊപ്പയിൽ നിന്നാണ് നമ്മൾ വൂൾ ഫൈബേഴ്സ് കളക്ട് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ബോവിഡെ ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? വൂൾ ഫൈബേഴ്സ് നമ്മൾ ഷീപ്പിൽ നിന്ന്, ഏത് വെറൈറ്റി ഷീപ്പിൽ നിന്ന്, ഓവിസെറീസ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഷീപ്പിൽ നിന്നാണ് നമ്മൾ വൂൾ അല്ലെങ്കിൽ വൂൾ ഫൈബേഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ബോവിഡെ ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് അതിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കെരാറ്റിൻ വരുന്നുണ്ട്, അമിനോ ആസിഡ് സിസ്റ്റീൻ വരുന്നുണ്ട്. അത് ഒറ്റ വാക്കാണ് കേട്ടോ. കെരാറ്റിൻ വരുന്നുണ്ട്, അമിനോ ആസിഡ് സിസ്റ്റീൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസസ് ആണ്. ഇത് ഫിൽറ്ററിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫിൽറ്ററിംഗ് കുറച്ചും കൂടി പ്രഷർ കൊടുത്ത് ചെയ്യണതിന് നമ്മൾ സ്ട്രെയിനിങ് പറയാം അല്ലെ. ഫിൽറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഡ്രസ്സിങ്സിന്റെ മാനുഫാക്ചറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് മാനുഫാക്ചർ ചെയ്യാൻ എന്താ ഉണ്ടാക്കുക അല്ലെ, ഡ്രസ്സിങ്സ്, അതായത് തുണിത്തരങ്ങളൊക്കെ നമ്മൾ ഈ കമ്പിളി സെറ്ററൊക്കെ ഉണ്ടാക്കില്ലേ, ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റീജനറേറ്റഡ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. നമ്മളായാലും അല്ലെ, നമ്മളായിട്ട് പിന്നെന്താ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടാക്കിയെടുക്കുക, വീണ്ടും ഉണ്ടാക്കിയെടുക്കുക അല്ലെ. ജനറേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കുക, വീണ്ടും അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടും പുനരുൽപാദിപ്പിക്കുക അല്ലെ. പുനരുൽപാദനത്തിനാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയുന്നത് അല്ലെ. സിന്തറ്റിക് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഫൈബേഴ്സ്. ഓക്കെ, അതാണ് പറയുന്നത്. റീജനറേറ്റഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ റയോൺ ആണ് അതിൽ വരുന്നത്. ഓക്കെ, റീജനറേറ്റഡ് ഫൈബേഴ്സിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് റയോൺ ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്നത് നൈലോൺ വരുന്നുണ്ട്, ടെറിലിൻ വരുന്നുണ്ട്, ഓർലോൺ വരുന്നുണ്ട്. സിന്തറ്റിക് ഫൈബേഴ്സിൽ ഏതൊക്കെ വരുന്നത്, നൈലോൺ വരുന്നുണ്ട്, ടെറിലിൻ വരുന്നുണ്ട്, ഓർലോൺ വരുന്നുണ്ട്. എന്താടാ, സിന്തറ്റിക് ഫൈബേഴ്സിൽ വരുന്നത് നൈലോൺ വരുന്നുണ്ട്, ടെറിലിൻ വരുന്നുണ്ട്, ഓർലോൺ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മിനറൽ ഫൈബേഴ്സ് ആണ്. മിനറൽ ഫൈബേഴ്സിൽ ഏതൊക്കെ വരുന്നുണ്ട്, മിനറൽ ഫൈബേഴ്സിൽ വരുന്നതാണ് ഗ്ലാസ് ഫൈബേഴ്സ് വരുന്നുണ്ട്, ആസ്ബെറ്റോസ് വരുന്നുണ്ട്. ഓക്കെ, മിനറൽ ഫൈബേഴ്സിൽ വരുന്നതാണ്, മിനറൽ ഫൈബേഴ്സിൽ വരുന്നതാണ്. അതായത് മിനറൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മൾ ഭൂമിയിൽ നിന്നൊക്കെ ഖനനം ചെയ്തെടുക്കുന്നതാണ് അല്ലെ. ഗ്ലാസ് ഫൈബേഴ്സ് വരുന്നുണ്ട്, ആസ്ബെറ്റോസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മിനറൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അല്ലെ. മിനറൽ ഫൈബേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ, ഗ്ലാസ് ഫൈബേഴ്സ് വരുന്നുണ്ട്, ആസ്ബെറ്റോസ് വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? മിനറൽ ഫൈബേഴ്സ് കൊടുത്തിരിക്കുന്നത് വേണ്ട, അത് വേണ്ടത്, അത് ടൈപ്പ് ചെയ്യണല്ലോ മിസ്റ്റേക്ക്. മിനറൽ ഫൈബേഴ്സിൽ ആകെ രണ്ടെണ്ണം വരുന്നുള്ളൂ, ഗ്ലാസ് ഫൈബേഴ്സ് വരുന്നുണ്ട്, ആസ്ബെറ്റോസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആണ്. ഫ്യൂച്ചർ ചെയ്യാന്ന് എന്താ, തുന്ന അല്ലെ. ദർ ആർ സ്റ്റെറൈൽ ത്രെഡ്സ്, strings or strands specially prepared for use in surgery mean for sewing tissue together. Sew ചെയ്യാന്ന് പറഞ്ഞാൽ തുന്നാൻ തന്നെയാണ് അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ രണ്ട് ടിഷ്യൂവും തമ്മിൽ എന്തുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്കിന്നാണ് പറയുന്നത് അല്ലെ. ടിഷ്യൂ ചേർന്നിട്ടാണ് നമ്മുടെ സ്കിന്ന് രൂപപ്പെട്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ എന്താവും, ടിഷ്യൂവിന്റെ ഇടയിൽ എന്തുണ്ടാവും, നമ്മുടെ ഗ്യാപ്പ് വരും അല്ലെ, വിടവ് വരും, മുറിവുണ്ടാവും. ഓക്കെ, മുറിവിനെ നമ്മൾ ഈ മുറിവ് ഉണങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് വേണം, ഈ ടിഷ്യൂവിനെ നമ്മൾ സ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ തുന്നിയിട്ട് നമ്മൾ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് നിർത്തണം. അതാണ് പറയുന്നത്. ഫ്യൂച്ചർ ചെയ്യാനും തുന്നാന്നുള്ള അർത്ഥം. ദർ ആർ സ്റ്റെറൈൽ ത്രെഡ്സ്, ഫ്യൂച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ശുദ്ധീകരിച്ച നൂലുകളാണ് അല്ലെ. പ്യുവർ ആയിട്ടുള്ള നൂലുകളോ സ്ട്രിങ്ങുകളോ സ്ട്രാൻഡുകളോ ഒക്കെയാണ്. ഓക്കെ, ത്രെഡ്, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടി കനമുള്ള രൂപത്തിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ ത്രെഡ് ആയാലും സ്ട്രിങ് ആയാലും സ്ട്രാൻഡ് ആയാലും ഒക്കെ. ഓക്കെ, ഇതൊക്കെ കുറച്ചും കൂടി സ്ട്രിങ്ങിന്റെ തന്നെ വേറെ വേറെ, നമ്മുടെ ത്രെഡിന്റെ തന്നെ വേറെ വേറെ രൂപങ്ങളാണ്. കുറച്ചും കൂടി വലിപ്പം കൂടിയതും കുറഞ്ഞതും വേറെ രൂപങ്ങളൊക്കെയാണ്. ഓക്കെ, ഫ്യൂച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദർ ആർ സ്റ്റെറൈൽ ത്രെഡ്, സ്ട്രിങ്ങുകൾ, സ്റ്റാൻഡുകളൊക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി പ്രിപ്പയർഡ് ഫോർ യൂസ് ഇൻ സർജറി. സ്പെഷ്യലി നമ്മൾ ഇതൊക്കെ എന്തിനാ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെറൈൽ ത്രെഡ് ആയാലും സ്ട്രിങ് ആയാലും സ്ട്രാൻഡ് ആയാലും നമുക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, സർജറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സർജറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മീൻ ഫോർ സ്യൂയിങ് ടിഷ്യൂ ടുഗദർ, രണ്ട് ടിഷ്യൂകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നാൻ വേണ്ടിയിട്ട് തുന്നണേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അതായത് നമ്മൾ സർജറിക്ക് വേണ്ടി, സർജറി എന്ന് പറഞ്ഞാൽ എന്താ, ടിഷ്യൂവിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്യൂ ചെയ്യുക, തുന്നണ പരിപാടിയാണ് സർജറി എന്ന് പറയുന്നത് അല്ലേ. സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെറൈൽ ത്രെഡും സ്ട്രിങ്ങും സ്റ്റാൻഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്
ഫ്യൂച്ചേഴ്സ് മേ ബി ഫോളോയിങ് ടൈപ്പ്. ഏതൊക്കെ തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ട് എത്ര തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ഉണ്ട്? 3 തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ആണുള്ളത്. മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ആണ് ഏതൊക്കെയുള്ളത്? അബ്സോർബിൾ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, നോൺ അബ്സോർബിൾ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഹെമോസ്റ്റാറ്റിക്സ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ആണുള്ളത്. അബ്സോർബിൾ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, പിന്നെ വരുന്നത് ഏതാ? നോൺ അബ്സോർബിൾ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഹെമോസ്റ്റാറ്റിക്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർജിക്കൽ ഡ്രസ്സിങ്സ് ആണ്. The word surgical dressing is used to include all the materials either used along in combination. കോമ്പിനേഷൻ എന്താ? ഒന്നിലധികം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ടു കവർ ദ wound. ഓക്കെ, അതായത് സർജിക്കൽ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മെറ്റീരിയൽസ് യൂസ്ഡ് അലോങ് ഇൻ. ഓക്കെ, അതായത് നമ്മൾ വൂണ്ടിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടോ, ഒന്നിക്ക് ഒരൊറ്റ മെറ്റീരിയൽ ആയിരിക്കാം കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ആയിരിക്കാം ഉപയോഗിക്കുന്നത്. അതായത് ഒന്നിലധികം മെറ്റീരിയൽസ് ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡ്രസ് വൂണ്ടിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണോ ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയൽസിനെ ഓക്കെ അത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ദ വേർഡ് സർജിക്കൽ ഡ്രസ്സിംഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് all the materials either used along in combination to cover the wound. Okay, അതായത് നമ്മൾ ഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? സർജിക്കൽ ഡ്രസ്സിങ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ വൂണ്ട് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? സർജിക്കൽ ഡ്രസ്സിങ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ദ പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഡ്രസ്സിംഗ് ഈസ് ടു പ്രൊട്ടക്ട് ദ വൂണ്ട് ആൻഡ് ഫേവർ ഇറ്റ്സ് പ്രോപ്പർ ഹീലിംഗ്. അതായത് നമ്മൾ എന്തിനാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വൂണ്ടിനെ, മുറിവിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഇത് നല്ല രീതിയിൽ ഫേവർ ഇറ്റ്സ് പ്രോപ്പർ എന്ന് പറയുന്നത് കൃത്യമായ, ഹീലിംഗ് എന്ന് പറയുന്നത് സുഗമമാവുക അല്ലെ, നല്ല രീതിയിൽ മുറിവ് ഉണങ്ങാനും സുഗമമാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രസ്സിങ് ചെയ്യുന്നത് അല്ലെ. മുറിവിനെ പ്രൊട്ടക്ട് ചെയ്യാനും മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ സുഗമമാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഡ്രസ്സിങ്സ് മീൻ ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഡ്രസ്സിങ്സിന് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ്, ധർമ്മങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ടു റെഡ്യൂസ്, ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ചാൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ടു ഓഫർ പ്രൊട്ടക്ട് ടു ഹീലിംഗ് വൂണ്ട്. ഓക്കെ, വൂണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ടു ഹീലിംഗ് വൂണ്ട്, അതായത് വൂണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടു ഹീൽ ചെയ്യാൻ പെട്ടെന്ന് സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ടു ഓഫർ സപ്പോർട്ട് ടു ദി ടിഷ്യൂസ്, അതായത് മെക്കാനിക് നമ്മുടെ ടിഷ്യൂസിന് തുന്നി കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂസിനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് ടിഷ്യൂസിനൊരു സപ്പോർട്ടായിട്ട് കാരണമാണ് അതെന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ജോയിൻ ചെയ്യൂ അല്ലെ. ആ ടിഷ്യൂസ്, മുറിഞ്ഞ ടിഷ്യൂ എന്ത് ചെയ്യും? പെട്ടെന്ന് ജോയിൻ ചെയ്യൂ അല്ലെ. അതാണ് അതിന് വേണ്ടിയിട്ട്, അതാണ് പറയുന്നത് ടിഷ്യൂസിനൊരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സർജിക്കൽ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർജിക്കൽ ഡ്രസ്സിങ്സിനെ നമ്മൾ മെയിൻ ആയിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് വരുന്നത്? ഫൈബേഴ്സ് വരുന്നുണ്ട്, ഫാബ്രിക് വരുന്നുണ്ട്, ബാൻഡേജസ് വരുന്നുണ്ട്. സർജിക്കൽ ഡ്രസ്സിങ്സിന് നമ്മൾ മെയിൻ ആയിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫൈബേഴ്സ് വരുന്നുണ്ട്, ഫാബ്രിക് വരുന്നുണ്ട്, ബാൻഡേജസ് വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡ്രഗ്സ് ആക്ടിങ് ഓൺ നെർവസ് സിസ്റ്റം അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം CNS അറിയാലോ ഏതാ ഭാഗം എന്നുള്ളത്? അറിയില്ല, അനാട്ടമി സ്റ്റുഡൻസ് CNS ഏതാ ഭാഗം അറിയാലോ? ആണ്. ഓക്കെ, അവിടെ നമ്മൾ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, stimulants are the drugs that exert their action through excitation of the central nervous system. ഓക്കെ, അതായത് സ്റ്റിമുലൻസ് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ് അല്ലെ. സ്റ്റിമുലൻസ് എന്താ? ഉത്തേജിപ്പിക്കുന്ന ഡ്രഗ്സ് ആണ് അല്ലെ. എക്സേർട്ട് ദെയർ ആക്ഷൻ ത്രൂ എക്സൈറ്റേഷൻ ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. എന്താണ്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ആകാംക്ഷ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് ഒന്ന് കുറച്ച് കൂടുതൽ രീതിയിൽ നല്ല രീതിയിലാക്കുന്നുണ്ട് അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ആക്ഷനെ കുറച്ചും കൂടി നല്ല രീതിയിലാക്കാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? സ്റ്റിമുലൻസ് സഹായിക്കുന്നുണ്ട്.
സൈക്കിക് സ്റ്റിമുലൻസ് ഇൻക്ലൂഡ് സൈക്കിക് സ്റ്റിമുലൻസ് മാനസികമായിട്ടുള്ള ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാനസികമായിട്ട് അതായത് സൈക്കിക് എന്ന് പറഞ്ഞാൽ എന്താ സൈക്കാട്രി എന്ന് പറഞ്ഞ മാനസികമാണ് അല്ലേ സൈക്കിക് സ്റ്റിമുലൻസ് ഇൻക്ലൂഡ് സൈക്കിക് സ്റ്റിമുലൻസിൽ ഏതൊക്കെ വരുന്നുണ്ട് കഫീൻ വരുന്നുണ്ട് കൊക്കൈൻ വരുന്നുണ്ട് പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആംഫിറ്റമിൻസ് വരുന്നുണ്ട് ഓക്കെ ദീസ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു എൻഹാൻസ് മെന്റൽ അലേർട്ട്നെസ് അതായത് ഈ ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മെന്റൽ അലേർട്ട്നെസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് എൻഹാൻസ് ചെയ്യാൻ എന്താ കൂട്ടുന്നുണ്ട് അല്ലേ ആൻഡ് റെഡ്യൂസ് ഡോസിനസ് ആൻഡ് ഫാറ്റിക് ഓക്കെ ഡോസിനസ് എന്ന് പറഞ്ഞാൽ എന്താ തലകറക്കം തലയ്ക്കൊരു ക്ഷീണം അല്ലെങ്കിൽ കനുള്ള പോലെയൊക്കെ ഉണ്ട് വെച്ചാൽ അത് കുറയ്ക്കുന്നുണ്ട് പിന്നെ ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണം ഡെഫിനിഷൻ ഒന്നും കൂടി പറയാം സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൻസ് എന്ന് പറയുന്ന ഡ്രഗ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനെ ഒന്ന് എക്സൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉത്തേജിപ്പിക്കുന്നുണ്ട് സ്റ്റിമുലൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഉത്തേജിപ്പിക്കുന്നുണ്ട് പിന്നെ സൈക്കിക് സ്റ്റിമുലൻസിൽ ഏതൊക്കെ ഡ്രഗ് ആണ് ഉൾപ്പെടുക വെച്ചാൽ കഫീൻ കൊക്കൈൻ പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആംഫിറ്റമിൻസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് പിന്നെന്താ പറയുന്നത് ദീസ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു അതായത് ഈ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റിമുലൻസ് ഉണ്ടല്ലോ സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് എന്ന് പറയുന്ന ഡ്രഗ് എന്താ ചെയ്യുന്നത് നമ്മുടെ മെന്റൽ അലേർട്ട്നെസ് അതായത് നമുക്ക് പെട്ടെന്ന് നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റും അല്ലേ അതാണ് പറയുന്നത് എൻഹാൻസ് മെന്റൽ അലേർട്ട്നെസ് ഇൻക്രീസ് ചെയ്യും പിന്നെന്താണ് റെഡ്യൂസ് ഡോസിനസ് എന്ന് പറഞ്ഞത് തലക്കറക്കം അല്ലെങ്കിൽ തലക്കനം എന്നൊക്കെ പറയും അത് കുറയ്ക്കുന്നുണ്ട് അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ ക്ഷീണമാണ് അല്ലേ ക്ഷീണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റിൽ നമ്മൾ ആദ്യം പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ബെലഡോണയാണ് ബെലഡോണയുടെ പിക്ചർ കാണിച്ചത് ബെലഡോണ കണ്ടോ ബെലഡോണ സ്ക്രീൻ കാണുന്നില്ലേ കണ്ടില്ലേ പിക്ചർ കണ്ടില്ലേ ബെലഡോണയുടെ ബെലഡോണയുടെ മലയാളം എന്നാ നോക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചെടി കറുത്ത പഴം ഒന്ന് നോക്കിട്ട് നമ്മൾ കഴിക്കുന്ന പഴമാണോ ചെത്തിയുടെ ഒക്കെ പൂ പോലെ ചെത്തിയുടെ എല്ലാം പേരൊന്നും പ്രത്യേകിച്ച് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല ബെലഡോണ മലയാളം മീനിങ് ഒന്ന് വിഷമൂലിക ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഔഷധം പ്രത്യേകിച്ച് മലയാളം അവരും ബെലഡോണ തന്നെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ ബെലഡോണ കണ്ടോ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ബെലഡോണ തന്നെയാണ് ഓക്കെ ബെലഡോണയെ കുറിച്ച് നോക്കാം നമുക്ക് ബെലഡോണയുടെ സിനോണിം വരുന്നത് ബെലഡോണ ലീഫാണ് ബെലഡോണ ലീഫ് അല്ലേ ഓക്കെ നമ്മൾ മെയിനായിട്ടും ബെലഡോണയുടെ ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലീഫ് തന്നെയാണ് കേട്ടോ ഓക്കെ അതാണ് നമ്മുടെ സിനോണിം ബെലഡോണയുടെ സിനോണിം വരുന്നത് ബെലഡോണ ലീഫ് എന്നാണ് സിനോണിം വരുന്നത് ബയോളജിക്കൽ സോഴ്സ് നോക്കാം ബെലഡോണ ഹെർബ് ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താ ഔഷധ സസ്യത്തിനെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയാം അല്ലേ ബെലഡോണ ഹെർബ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലീവ്സ് ആൻഡ് or the leaves and aerial parts of Atropa belladonna or Atropa acuminata ഫാമിലി പറയുന്നില്ല കേട്ടോ അട്രോപ്പ ബെലഡോണ അല്ലെങ്കിൽ അട്രോപ്പ അക്യുമിനേറ്റ എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റി ഇനത്തിൽപ്പെട്ട ചെടിയിൽ നിന്നും നമ്മൾ അതിന്റെ ലീവ്സോ അതിന്റെ ഏരിയൽ പാർട്സോ ഏരിയൽ പാർട്സ് എന്ന് പറഞ്ഞാൽ ലീഫിനോട് അനുബന്ധമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ അല്ലേ അതാണ് പറയുന്നത് ലീവ്സ് ആൻഡ് ഡ്രൈ ലീവ്സോ അല്ലെങ്കിൽ അതിന്റെ ഏരിയൽ പാർട്സോ
നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുക. മെയിൻ ആയിട്ട് നമ്മൾ 2 വെറൈറ്റിയിൽ പെട്ട ബെലഡോണയാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ വരുന്നത്? അട്രോപ്പ ബെലഡോണ ഓർ അട്രോപ്പ അക്യുമിനേറ്റ. അട്രോപ്പ ബെലഡോണ ഓർ അട്രോപ്പ അക്യുമിനേറ്റ. കിട്ടിയ? അട്രോപ്പ ബെലഡോണ പറഞ്ഞേ. അട്രോപ്പ ബെലഡോണ ഓർ അട്രോപ്പ അക്യുമിനേറ്റ. അങ്ങനെ 2 വെറൈറ്റിയിൽ പെട്ട ബെലഡോണയുടെ ചെടിയുടെ ലീവ്സോ അല്ലെങ്കിൽ ഏരിയൽ പാർട്സോ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഈ ബെലഡോണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബെലഡോണയുടെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ലീവ്സിന്റെ കളറാണ് പറയുന്നത് അല്ലെ. ഗ്രീൻ ഓർ ബ്രൗണിഷ് ഗ്രീൻ ആണ്, പച്ചയോ അല്ലെങ്കിൽ എന്താണ് ഒരു കാപ്പി നിറം ചേർന്ന ഒരു കലർന്ന ഒരു പച്ച നിറത്തിലോ ആണ് കാണപ്പെടുന്നതാണ് പറയുന്നത്. ഗ്രീൻ ഓർ ബ്രൗണിഷ് ഗ്രീൻ കളറിലാണ് ഇതിന്റെ ലീവ്സ് കാണപ്പെടുന്നത്. ഇതിന്റെ ഫ്ലവർ ആണെങ്കിൽ, ഫ്ലവർ എന്ന് പറഞ്ഞാൽ പർപ്പിൾ ഓർ യെല്ലോ ബ്രൗൺ കളറാണ്. പർപ്പിളോ അല്ലെങ്കിൽ യെല്ലോ ബ്രൗൺ കളറാണ്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിന്റെ കളർ ചോദിക്കില്ല. ബെലഡോണയുടെ ലീഫാണ് നമ്മുടെ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ ലീഫിന്റെ കളറാണ് അതിൽ ചോദിക്കുള്ളൂ. ഓക്കെ, ഇതിന്റെ ഫ്രൂട്ട്സിന്റെ കളർ വരുന്നത് ഗ്രീൻ ടു ബ്രൗൺ കളറാണ് വരുന്നത്. ഓക്കെ, ലീഫിന്റെ കളർ ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഗ്രീൻ ടു ബ്രൗണിഷ് ഗ്രീൻ ആണ് അല്ലേ. ഗ്രീൻ ടു ബ്രൗണിഷ് ഗ്രീൻ ആണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഫ്ലവറിന്റെ കളർ ആണെങ്കിൽ പർപ്പിൾ ടു യെല്ലോയിഷ് ബ്രൗൺ. പർപ്പിൾ ടു പർപ്പിൾ ആയിരിക്കാം. പർപ്പിൾ മുതൽ യെല്ലോയിഷ് ബ്രൗൺ കളർ ഏതെങ്കിലും ആയിരിക്കാം. പിന്നെന്താ പറയുന്നത്? ഫ്രൂട്ട്സ് ആർ ഗ്രീൻ ടു ബ്രൗൺ കളറാണ്. ഫ്രൂട്ട്സ് എന്താ വരുന്നത്? ഗ്രീൻ ടു ബ്രൗൺ കളറാണ് ഫ്രൂട്ട്സിന്റെ കളർ വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല് അല്ലെ. സ്മെല്ല് വരുന്നത് നേരിയ തോതിൽ ഒരു ചെറിയൊരു മണമുണ്ട്. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെതായ ചെറിയ രീതിയിലുള്ള ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ ആണ്. ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പാണ്. ആക്രിഡ് എന്ന് പറഞ്ഞാൽ ചവർപ്പാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ ആണ്. ഓക്കെ, ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പാണ് അല്ലെ. ആക്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചവർപ്പ് ടേസ്റ്റും കൂടി ഉണ്ട്. കയ്പും ഉണ്ട്, ചവർപ്പും ഉണ്ട്. പിന്നെ ഇതിന്റെ ലീവ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 5 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി എത്രയാ പറയുന്നത്? 2.5 മുതൽ 12 സെന്റിമീറ്റർ വരെ വീതി വരുന്നുണ്ട്. ഓക്കെ, സൈസ് ഇതിന് ഇലയുടെ നീളം വരുന്നത് എത്രയാണ്? 5 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. ഇതിന്റെ വീതി വരുന്നത് എത്രയാണ്? 2.5 മുതൽ 12 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ഏകദേശം 10 സെന്റിമീറ്റർ വരെയാണ് ഫ്രൂട്ട്സ് വരുന്നത്. ഫ്രൂട്ട്സ് എത്ര വരുന്നത്? ഏകദേശം 10 സെന്റിമീറ്റർ വരെയാണ് ഫ്രൂട്ട്സ് വരുന്നത്. ഓക്കെ, നീളം വീതി എന്ന് പറയുന്നത് ഏകദേശം 10 സെന്റിമീറ്റർ വരെ മാത്രമാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷേപ്പ്, ലീവ്സിന്റെ ഷേപ്പ് ആണ് പറയുന്നത്. ലീവ്സ് ആർ ഒവേറ്റ് ലാൻഷ്യോളേറ്റ് ആണ്. ഒവേറ്റ് ലാൻഷ്യോളേറ്റ് നമ്മൾ സാധാരണ ഓവൽ ഷേപ്പ് അല്ലെ. ലാൻഷ്യോളേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുമ്പ് കൂർത്തിട്ട് ഓവൽ ഷേപ്പിൽ വന്നിട്ട് തുമ്പ് കൂർത്തിട്ടുള്ള ആ ഷേപ്പ് ആണ് അല്ലെ. അതിനെയാണ് നമ്മൾ ഒവേറ്റ് ലാൻഷ്യോളേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഓർഡർ എന്ന് പറഞ്ഞാൽ നേരിയ തോതിലൊരു മണുണ്ട്. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ ആണ്, കയ്പാണ്, ഒരു ചവർപ്പും കൂടി ഉണ്ട്. പിന്നെ ഇലയുടെ നീളം പറഞ്ഞു നമ്മൾ അല്ലെ. 5 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് 2.5 മുതൽ 12 സെന്റിമീറ്റർ വരെ വീതി വരുന്നുണ്ട്. ഇതിന്റെ ഫ്രൂട്ട്സ് 10 സെന്റിമീറ്റർ വരെയാണ് ഫ്രൂട്ട്സിന്റെ വലിപ്പം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഷേപ്പ് ആണ് പറയുന്നത്. ഇതിന്റെ ലീഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒവേറ്റ് ലാൻഷ്യോളേറ്റ് ആണ് ലീഫിന്റെ ഷേപ്പ് വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം. എൽ ഹയോസയാമിൻ ഏതൊക്കെ പറയുന്നത്? എൽ ഹയോസയാമിൻ. പിന്നെ എന്താ പറയുന്നത്? ബീറ്റയിൽ മീതയിൽ ആസ്കുലെറ്റിൻ. ബീറ്റാമീതയിൽ ആസ്കുലെറ്റിൻ കിട്ടിയ? ബീറ്റാമീതയിൽ ആസ്കുലെറ്റിൻ. ബെലഡോണിൻ. ബീറ്റ എന്നാണ് കേട്ടോ. ബി ഇട്ടിരിക്കുന്നത് ബീറ്റയാണ് ഉദ്ദേശിക്കുന്നത്. ബീറ്റാമീതയിൽ ആസ്കുലെറ്റിൻ. ബെലഡോണിൻ. എൻ മീതയിൽ പൈറോലിഡോൺ. എന്താണ്? എൻ മീതയിൽ പൈറോലിഡിൻ ആണ് കേട്ടോ. എൻ മീതയിൽ പൈറോലിഡിൻ. പൈറിഡിൻ. ഓക്കെ, എൻ മീതയിൽ പൈറോലിഡിൻ. ഓക്കെ, എൻ മീതയിൽ പൈറോലിഡിൻ, പൈറിഡിൻ. ഒന്നും കൂടി നോക്കാം. കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെ വരുന്നത്? എൽ ഹയോസയാമിൻ, ബീറ്റാമീതയിൽ ആസ്കുലെറ്റിൻ, ബെലഡോണിൻ, എൻ മീതയിൽ പൈറോലിഡിൻ, പിന്നെ വരുന്നത് പൈറിഡിൻ. കിട്ടിയോ? ഒരു കുട്ടി പറയാം. ഒരാൾ പറഞ്ഞേ.
എൽ ഹയോസയാമിൻ. ഫസ്റ്റത്തെ എന്താ വരുന്നത്? എൽ ഹയോസയാമിൻ, ബീറ്റാമീഥൈൽ ആസ്കുലറ്റിൻ, ബീറ്റാമീഥൈൽ ആസ്കുലറ്റിൻ, ബെലഡോണിൻ, എൻമീഥൈൽ പൈറോലിഡിൻ എന്നാണ് കേട്ടാ. എൻമീഥൈൽ പൈറോലിഡിൻ. ഇതിന്റെ സ്പെല്ലിംഗ് ഞാൻ കാണിച്ചു തരാം. എൻമീഥൈൽ പൈറോലിഡിൻ. എൻമീഥൈൽ പൈറോലിഡിൻ സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കുറവാ. ഇതാണ്. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. ഇതാണ് സ്പെല്ലിംഗ് വരുന്നത് കേട്ടാ. കണ്ടില്ലേ ഇതില്? എൻമീഥൈൽ പൈറോലിഡിൻ സ്പെല്ലിംഗ് വരുന്നതാണ്. എൻമീഥൈൽ പൈറോലിഡിൻ. കിട്ടിയില്ലേ? ബീറ്റാമീഥൈൽ ആക്ടിവേറ്റിൻ അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാമോ? ഓക്കെ ഓക്കെ. ബീറ്റ എന്നുള്ളത് ഇങ്ങനത്തെ ഒരു ചിഹ്നാണ് വരിക. അതറിയാം. ബീറ്റാമീഥൈൽ മീഥൈൽ ആസ്കുലറ്റിൻ. കാണിച്ചറ സ്പെല്ലിംഗ് കാണിച്ചറാ. ആസ്കുലറ്റിൻ ആണല്ലേ? ആസ്കുലറ്റിൻ. ആസ്കുലറ്റിൻ. ആസ്കുലറ്റിൻ, ബീറ്റാമീഥൈൽ ആസ്കുലറ്റിന്റെ സ്പെല്ലിംഗ് ഇതാണ് വരിക കേട്ടാ. ആണ് വരിക. ആസ്കുലറ്റിൻ. ശരിയാണ്. ഓക്കെ. ബീറ്റാമീഥൈൽ ആസ്കുലറ്റിൻ, ബെലഡോണിൻ, എൻമീഥൈൽ പൈറോലിഡിൻ, പൈറിഡിൻ, എൽ ഹയോസയാമിൻ, കിട്ടിയില്ലേ? എൽ ഹയോസയാമിൻ. ബീറ്റാമീഥൈൽ ആസ്കുലറ്റിൻ, ബെലഡോണിൻ, എൻമീഥൈൽ പൈറോലിഡിൻ, പിന്നെ പൈറിഡിൻ. ഇത്രയും ക്ലിയർ അല്ലേ? ഒരാൾ പറഞ്ഞ കെമിക്കൽ കോൺസ്റ്റൻസ് ആരാ പറയാ? ഹയോസയാമിൻ, ബീറ്റാമീഥൈൽ ആസ്കുലറ്റിൻ, ബെലഡോണിൻ, എൻമീഥൈൽ പൈറോലിഡിൻ, പൈറിഡിൻ. ഓക്കെ. നെക്സ്റ്റ് യൂസസ് നോക്കാം. നമുക്ക് പാരാസിമ്പതറ്റിക് ഡിപ്രസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും നമുക്കറിയാം അല്ലേ? സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തവരുണ്ട്. പാരാസിമ്പതറ്റിക് കണ്ടില്ലേ നിങ്ങൾ? പാരാസിമ്പതറ്റിക് ഏതൊക്കെയാ വരുന്നത്? 1 മിനിറ്റ്. അതല്ല റിയാക്ഷന്. ഇതിന്റെ ആക്ഷൻസ് ആണ് പറയുന്നത് അല്ലേ? അതായത് നമ്മൾ ഓരോ ആക്ഷൻസ് ഉണ്ടാവും. സിമ്പതറ്റിക് ആക്ഷൻസ് എന്താണ്, പാരാസിമ്പതറ്റിക് എന്താ ആക്ഷൻസ് ഒക്കെയാണ്. ഓക്കെ. അപ്പൊ ഈ ആക്ഷനൊക്കെ അതായത് പാരാസിമ്പതറ്റിക്കിൽ നമ്മൾ പറയുന്നുണ്ട്. പാരാസിമ്പതറ്റിക്കിനകത്ത് എന്തൊക്കെ ചെയ്യുന്നത്? അതായത് നമ്മളെ കൺസ്ട്രക്ട് പ്യൂപ്പിൾ ചുരുങ്ങുന്നത്, പിന്നെ സലൈവ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, പിന്നെ ഹേർട്ട് ബീറ്റ് സ്ലോ ആക്കുന്നത്, പിന്നെന്താണ് എയർവേ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? പാരാസിമ്പതറ്റിക് നെർവ്സ് ചെയ്യുന്ന ആക്ടിവിറ്റികളാണ്. പാരാസിമ്പതറ്റിക് സിസ്റ്റം ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് ഇതൊക്കെ കേട്ടോ.
ഓക്കെ. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞത്? പാരാസിമ്പതറ്റിക് യൂസ് ചെയ്യുന്നു. ആക്ഷൻസിനെ ഇറ്റ് ഈസ് യൂസ്ഡ് പാരാസിമ്പതറ്റിക് ആക്ഷൻസിനെ ഡിപ്രസ് ചെയ്യുന്നുണ്ട്. ഡിപ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നുണ്ട് അല്ലെ. പാരാസിമ്പതറ്റിക് ആക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ബെലഡോണ ഹെർബ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് സെക്രീഷൻ ഓഫ് സ്വെറ്റ്. സ്വെറ്റ് സെക്രീഷൻ കുറയ്ക്കുന്നുണ്ട്. സ്വെറ്റ് എന്ന് പറയുന്നത് വിയർപ്പ് കുറയ്ക്കുന്നുണ്ട്. സലൈവറി ആൻഡ് സലൈവറി, അതായത് സലൈവ എന്ന് പറയുന്നത് ഉമിനീരാണ് അല്ലെ. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ടാക്കുന്നത്, അതായത് ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അതായത് യൂസ് ടു സെക്രീഷൻസ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ടാക്കുന്ന സെക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ് അല്ലെ. ഗ്യാസ്ട്രിക് ജ്യൂസ് ആയാലും സലൈവ ആയാലും സ്വെറ്റ് ആയാലും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെലഡോണ ഹെർബ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പാരാസിമ്പതറ്റിക് ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബെലഡോണ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്? പാരാസിമ്പതറ്റിക് ഡിപ്രസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? സ്വെറ്റ് ആയാലും സലൈവ ആയാലും ഗ്യാസ്ട്രിക് ജ്യൂസ് ആയാലും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെലഡോണ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ബെലഡോണയുടെ സിനോണിം എന്ന് പറയുന്നത് ബെലഡോണ ലീഫ് തന്നെയാണ്. ബയോളജിക്കൽ സോഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ലീഫും ലീഫിന്റെ ഏരിയൽ പാർട്സും നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇത് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏത് വെറൈറ്റിയാണ് പറഞ്ഞത്? അട്രോപ്പ ബെലഡോണയുടെയും അട്രോപ്പ അക്യുമിനേറ്റ്, അങ്ങനെ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ലീഫും ഏരിയൽ പാർട്സും നമ്മൾ ഉണക്കിയിട്ട് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നമ്മൾ കളർ പറഞ്ഞു അല്ലേ. ലീവ്സിന്റെ കളർ ആണെങ്കിൽ ഗ്രീൻ ടു ബ്രൗണിഷ് ഗ്രീൻ ആണ് വരുന്നത്. ഫ്ലവറിന്റെ കളർ ആണെങ്കിൽ പർപ്പിൾ ടു യെല്ലോയിഷ് ബ്രൗൺ ആണ് വരുന്നത്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഗ്രീൻ ടു ബ്രൗൺ കളർ ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഇതിന്റെ ഓർഡർ ആണ്. മണം എന്ന് പറഞ്ഞാൽ നേരിയ തോതിലുള്ള ഒരു മണമുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്പ് ടേസ്റ്റ് ആണ്. ആക്രിഡ് എന്ന് പറഞ്ഞാൽ ചവർപ്പാണ് വരുന്നത്. സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ലീവ്സ് വരുന്നത് 5 മുതൽ 20 സെന്റിമീറ്റർ വരെ 25 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് 2.5 മുതൽ 12 സെന്റിമീറ്റർ വരെയാണ് വീതി വരുന്നത്. പിന്നെ ഇതിന്റെ ഫ്രൂട്ട്സ് ഏകദേശം 10 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ ഫ്രൂട്ട്സിന്റെ വലിപ്പം വരുന്നത്. ഇതിന്റെ ഇലയുടെ ഷേപ്പ് ആണെങ്കിൽ ലീവ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓവേറ്റ് ലാൻഷ്യോളൈറ്റ് ഷേപ്പ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. എൽഹയോസയാമിൻ വരുന്നുണ്ട്. ബീറ്റാമീതയിൽ ആസ്കുലേറ്റിൻ വരുന്നുണ്ട്. ബെലഡോണിൻ വരുന്നുണ്ട്. മീതയിൽ പൈറോലിഡിൻ വരുന്നുണ്ട്. പൈറിഡിൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. പാരാസിമ്പതറ്റിക് ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിവിധതരം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധതരം സെക്രീഷൻസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് സെക്രീഷൻ ഓഫ് സ്വെറ്റ് ആയാലും സലൈവറി ഗ്യാസ്ട്രിക് ഗ്ലാൻസ്, അതായത് സലൈവ ആയാലും ഗ്യാസ്ട്രിക് ജ്യൂസ് ആയാലും സ്വെറ്റ് ഒക്കെ ആയാലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ബെലഡോണ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എഫിട്ര ആണ്. എഫിട്ര കണ്ടിട്ടുണ്ടോ? എഫിട്ര ഇതാണ് എഫിട്ര. എഫിട്ര കണ്ടില്ലേ? ഇതാണ് എഫിട്ര. എഫിട്രയുടെ മലയാളം നോക്കാം. എഫിട്ര പ്രത്യേകിച്ചും പറയുന്നില്ല. അനാവൃത ബീജി കുറ്റിച്ചെടികളാണ്. ഓക്കെ, ഇത്രയും പറയുള്ളൂ. എഫിട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റിച്ചെടി പോലത്തെ ചെടിയാണ് കേട്ടോ എഫിട്ര എന്ന് പറയുന്നത്. എഫിട്ര
എഫിഡ്ര നോക്കാം നമുക്ക്. എഫിഡ്രയുടെ സിനോണിം വരുന്നത് മാഹ്യോഗ് ആണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് എഫിഡ്ര കൺസിസ്റ്റ് ഓഫ് ദി ഡ്രൈഡ് യം സ്റ്റെം ഓഫ് എഫിഡ്ര ജെറാർഡിയാന. എഫിഡ്ര നെബ്രോഡെൻസിസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി എഫിഡ്രാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, അതായത് എഫിഡ്രയുടെ സിനോണിം വരുന്നത് മാഹ്യോഗ് ആണ്. എഫിഡ്രയുടെ സിനോണിം വരുന്നത്, എഫിഡ്രയുടെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് സിനോണിം ഒരിക്കൽ കൂടെ പറയാവോ? മാഹ്യോഗ്, ഹ്യോഗ് കേട്ടാ, HAUNG, മാഹ്യോഗ് എന്നാണ് പറയാ. ഹ്യോഗ്, ഹോഗോ? ഹോഗ് എന്ന് പറഞ്ഞാലും ഹോങ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടാ. ഹ്യോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹോങ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ. മാഹ്യോങ് എന്ന് പറഞ്ഞാലും മാഹ്യോഗ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് കേട്ടാ. മാഹ്യോങ് എന്ന് പറഞ്ഞാലും NG വരുമ്പോ ഇങ്ങ് പറയല്ലോ നമ്മള്, മാഹ്യോങ്. ഓക്കെ, മാഹ്യോങ്. സിനോണിം വരുന്നത് മാഹ്യോങ് ആണ് സിനോണിം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കിട്ടിയില്ലേ? സിനോണിം ക്ലിയർ അല്ലേ? മാഹ്യോങ്. പിന്നെ വരുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ് വരുന്നത്. എഫിഡ്ര കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് യങ് സ്റ്റെം ഓഫ് എഫിഡ്ര ജെറാർഡിയാന. നമ്മൾ അതിന്റെ സ്റ്റെം ആണ് അല്ലെ, സ്റ്റെം ആണ്, കുറ്റിച്ചെടിയാണ് അല്ലെ. നമ്മൾ കണ്ടൂല്ലേ സ്റ്റെം ഇങ്ങനെ നീണ്ടിട്ട് ചെറിയ ചെറിയ കുറ്റി പോലെ അല്ലെ. എഫിഡ്രയുടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഏത് ഭാഗമാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെം ആണ് അല്ലെ, തണ്ടാണ് യൂസ് ചെയ്യുന്നത്. കുറെ തണ്ടുകൾ കൂടിയ ചെടിയാണ് അല്ലെ. എഫിഡ്ര കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് യങ് സ്റ്റെം ഓഫ് എഫിഡ്ര ജെറാർഡിയാന, എഫിഡ്ര നെബ്രോഡെൻസിസ്, എഫിഡ്ര ജെറാർഡിയാന, എഫിഡ്ര നെബ്രോഡെൻസിസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി എഫിഡ്രാസിയെ. അതായത് ഫാമിലി വരുന്നത് എഫിഡ്രാസി ആണ്. മെയിൻ ആയിട്ട് 2 വെറൈറ്റിയുടെ സ്റ്റെം ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എഫിഡ്ര ജെറാർഡിയാന, എഫിഡ്ര നെബ്രോഡെൻസിസ്. കിട്ടിയ? എഫിഡ്ര ജെറാർഡിയാന, എഫിഡ്ര നെബ്രോഡെൻസിസ്, അങ്ങനെ 2 വെറൈറ്റിയുടെയും സ്റ്റെം നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിന് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് എഫിഡ്രാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. എഫിഡ്ര ജെറാർഡിയാന പേര് കിട്ടിയില്ലേ? വെറൈറ്റിയുടെ പേര് എഫിഡ്ര ജെറാർഡിയാന, എഫിഡ്ര നെബ്രോഡെൻസിസ്, ബിലോങ്ങിങ് ടു ദി ഫാമിലി എഫിഡ്രാസിയെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ വരുന്നത് ഗ്രീനിഷ് യെല്ലോ കളറാണ് കളർ വരുന്നത് അല്ലെ. ഗ്രീനിഷ് യെല്ലോ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആണ് കേട്ടാ, നല്ല സ്മെല്ലുള്ളതാണ് കേട്ടാ. പൈനിലേക്ക് നമ്മൾ പൈൻ്റെ മണം, പൈൻ മരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന്റെ പൈൻ്റെ പോലത്തെ സ്മെല്ലാണ് ഇതിനുള്ളത്. ഇതിന് ഏത് സ്മെല്ലാണുള്ളത്? പൈൻ്റെ പോലത്തെ സ്മെല്ലാണുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്ട്രിജന്റ് ആണ്. ആസ്ട്രിജന്റ് എന്ന് പറഞ്ഞാൽ തരിപ്പുള്ള ടേസ്റ്റ് ആണുള്ളത്. ഓക്കെ, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്ട്രിജന്റ് ആണ്, ഒരു തരിപ്പുള്ള ടേസ്റ്റ് ആണുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ സൈസ് പറയുന്നത്, സ്റ്റെംസ് ഏകദേശം എത്രയാണ്? 30 മുതൽ 35 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി വരുന്നത് 5 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി വരുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ സ്റ്റെമ്മിന്റെ നീളം എന്ന് പറയുന്നത് 30 മുതൽ 35 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടായിരുന്നു. വീതി എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വീതി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്? കളർ പറയുന്നത് ഗ്രീനിഷ് യെല്ലോ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ മണമുണ്ട്, നല്ല സ്മെല്ലുണ്ട് അല്ലെ, പൈൻ്റെ പോലത്തെ സ്മെല്ലാണുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്ട്രിജന്റ് ആണ്. ആസ്ട്രിജന്റ് എന്ന് പറഞ്ഞാൽ ഒരു തരിപ്പുള്ള ടേസ്റ്റ് ഉണ്ട് അല്ലെ. സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റെം ഏകദേശം 30 മുതൽ 35 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്ന ആ കൂടി 5 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ വീതി വരുന്നുള്ളൂ. പിന്നെ എന്താണ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ ആണ്. സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഷ്ണം കുറ്റി പോലെയാണ് നമുക്ക് കിട്ടുക അല്ലെ. ഇലോങ്ങേറ്റഡ് ആണ്, നീണ്ടിട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടാ. ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞാൽ നീണ്ടിട്ട് കഷ്ണം പോലെയുള്ള കുറ്റികളായിട്ടാണ് നമുക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം നമുക്ക്. എഫിഡ്രീൻ എന്താണ്? ഫസ്റ്റത്തെ പേരെന്താ? എഫിഡ്രീൻ. എൻ മീഥൈൽ എഫിഡ്രീൻ, ഡി മീഥൈൽ ഐസോ എഫിഡ്രീൻ, ഡി മീഥൈൽ ഐസോ എഫിഡ്രീൻ, ഡി സ്യൂഡോ എഫിഡ്രീൻ, നോർ എഫിഡ്രീൻ, ഡൈ മീഥൈൽ എഫിഡ്രീൻ. ഓക്കെ, ഏതൊക്കെയാണ്? കുറെ എഫിഡ്രീൻ വരുന്നുണ്ട് അല്ലെ. എഫിഡ്രീൻ, എൽ മീഥൈൽ എഫിഡ്രീൻ, എഫിഡ്രീൻ, എൽ മീഥൈൽ എഫിഡ്രീൻ, ഡി മീഥൈൽ ഐസോ എഫിഡ്രീൻ, ഡി മീഥൈൽ ഐസോ എഫിഡ്രീൻ, ഡി സ്യൂഡോ എഫിഡ്രീൻ. ഓക്കെ, ഡി സ്യൂഡോ, പി സൈലന്റ് ആണ് കേട്ടാ. ഡി സ്യൂഡോ എഫിഡ്രീൻ, നോർ എഫിഡ്രീൻ, ഡൈമീഥൈൽ എഫിഡ്രീൻ. ഓക്കെ, ഡൈമീഥൈൽ എഫിഡ്രീൻ. ഇത്രയും ക്ലിയർ അല്ലേ? ഒരാൾ വായിച്ചേ കെമിക്കൽ കോൺസ്റ്റൻസിന്റെ പേര്. എഫിഡ്രീൻ, എൽ മീഥൈൽ എഫിഡ്രീൻ, ഡി മീഥൈൽ ഐസോ എഫിഡ്രീൻ, ഡി സ്യൂഡോ എഫിഡ്രീൻ, നോർ എഫിഡ്രീൻ, ഡി മീഥൈൽ എഫിഡ്രീൻ, ഡി ഡൈമീഥൈൽ എഫിഡ്രീൻ. നെക്സ്റ്റ് പറഞ്ഞതിന്റെ യൂസസ് ആണ് പറയുന്നത്. യൂസസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫിഡ്ര ഈസ് യൂസ്ഡ് ടു ഏർലി റിലീഫ് ഓഫ് ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ വലിവിന് അല്ലെ. വലിവിനൊക്കെ ആസ്മ നമുക്കറിയാലോ അല്ലെ.
അത് മാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ സിമ്പതോമൈമെറ്റിക് ഓഫ് എഫിഡ്രിൻ. ഓക്കെ, അതൊന്നും വേണ്ട. എന്താണ് മെയിനായിട്ട് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആസ്മയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെന്താ സിമ്പതോമൈമെറ്റിക് ആക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അത് വേണ്ട. ഓക്കെ, അതായത് പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഏർലി റിലീഫ് ഓഫ് ആസ്മ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ എഫിഡ്രയുടെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആസ്മ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എഫിഡ്ര ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എഫിഡ്രയുടെ സിനോണിം വരുന്നത് മാഹോങ് ആണ്. മാഹോങ്. ഓക്കെ, മാഹോങ്. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് എഫിഡ്ര കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് യങ് സ്റ്റെം ഓഫ് എഫിഡ്ര ജെറാർഡിയാന, എഫിഡ്ര നെബ്രോഡെൻസിസ്. ഓക്കെ, 2 വെറൈറ്റിയുടെ സ്റ്റെമ്മ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് എഫിഡ്രാസി ആണ്. ഫാമിലി വരുന്നത് എന്താ, എഫിഡ്രാസി ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് വരുന്നത്, കളർ വരുന്നത് ഗ്രീനിഷ് യെല്ലോ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ പൈൻ്റെ പോലത്തെ സ്മെല്ലാണുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്ട്രിജൻ്റ് ആണ്, തരിതരിപ്പുള്ള ടേസ്റ്റ് ആണുള്ളത്. സ്റ്റെമ്മിൻ്റെ നീളം വരുന്നത് 30 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. 5 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വീതി വരുന്നുള്ളൂ. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ഇലോങ്ങേറ്റഡ് ആണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. എഫിഡ്രിൻ വരുന്നുണ്ട്, എൽമീതയിൽ എഫിഡ്രിൻ വരുന്നുണ്ട്, ഡിമീതയിൽ ഐസോ എഫിഡ്രിൻ വരുന്നുണ്ട്, ഡി സ്യൂഡോ എഫിഡ്രിൻ വരുന്നുണ്ട്, നോർ എഫിഡ്രിൻ വരുന്നുണ്ട്, ഡൈമീതയിൽ എഫിഡ്രിൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. പിന്നെന്താണ്, നമ്മൾ ഈ എഫിഡ്ര മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആസ്മ മാറാൻ വേണ്ടിയിട്ടാണ്, ആസ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒപ്പിയം ആണ്. ഒപ്പിയം കണ്ടോർന്നില്ലേ? അതെ. ഇതാണ് ഇതിന്റെ ഈ ഫ്രൂട്ടാണ് ഇതിന്റെ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ റൈപ്പ് ഇതിന്റെ നമ്മൾ എന്നിട്ട് ഇവിടെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഈ വൈറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, അതിന്റെ ഗമ്മ്, ഇതാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പിയത്തിന് നമ്മൾ കറുപ്പ് ചെടി എന്നൊക്കെയാണ് പറയാ, കറുപ്പ് എന്നാണ് പറയാ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ കറുപ്പ് എന്നൊക്കെ? നമ്മൾ മയക്കുമരുന്ന് പറയില്ലേ, ഒപ്പിയം, കറുപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, ഒപ്പിയം എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ആണ് കേട്ടോ. ഒപ്പിയം നോക്കാം. ഒപ്പിയത്തിന്റെ സിനോണിം വരുന്നത് റോ ഒപ്പിയം എന്നാണ് സിനോണിം വരുന്നത്. ഓക്കെ, ഒപ്പിയത്തിന്റെ സിനോണിം വരുന്നത് റോ ഒപ്പിയം എന്നാണ് സിനോണിം വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ഒപ്പിയം കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലാറ്റക്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദി അൺറൈപ്പ് ക്യാപ്സ്യൂൾസ്. അൺറൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പാകമാവാത്ത കേട്ടാ. ഓക്കെ, പാകമാവണേക്കാളും മുന്നേ ഉള്ള ഇതുണ്ടാവുമല്ലോ, നമ്മൾ പറയില്ലേ ചള്ള് എന്നൊക്കെ പറയില്ലേ, ചെറുത്. ഓക്കെ, പാകമാവണേക്കാളും മുന്നേ ഉള്ളത്. ഓക്കെ, അതിന്റെ ക്യാപ്സ്യൂൾസിൽ നമ്മൾ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട്, മുറിവ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പശയാണ്. ഓക്കെ, ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ലിക്വിഡ്, ആ പശയാണ് നമ്മൾ ഉണക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഒപ്പിയം കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലാറ്റക്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദി അൺറൈപ്പ് ക്യാപ്സ്യൂൾസ് ഓഫ് ദി പ്ലാന്റ് പെപ്പാവർ സോംനിഫെറം ലിൻ. ഓക്കെ, ആഫ്റ്റർ മേക്കിംഗ് ഇൻസെഷൻ. അതായത് ഏത് വെറൈറ്റിയാണ് പറയുന്നത്, പെപ്പാവർ സോംനിഫെറം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പറയുന്നത്. പെപ്പാവർ സോംനിഫെറം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പറയുന്നത്. അതിന്റെ അൺറൈപ്പ് ക്യാപ്സ്യൂൾസിൽ നിന്നും ഇൻസിഷൻസ് പറഞ്ഞാൽ എന്താ, മുറിവുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ആ ലാറ്റക്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒപ്പിയത്തിന്റെ സിനോണിം വരുന്നത് റോ ഒപ്പിയം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ, ഓക്കെ, പെപ്പാവർ സോംനിഫെറം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയിൽ നിന്നും
അതിന്റെ അൺറൈപ്പ് ക്യാപ്സ്യൂളിൽ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ലാറ്റക്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് പപ്പാവറേസി ആണ് ഫാമിലി വരുന്നത് ഏതാ? പപ്പാവറേസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. കളർ പറയുന്നത് സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക് ആണ്. സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് അതിൻ്റെതായ ഒരു കളർ ഉണ്ട് അല്ലേ? അതിന് അതിൻ്റെതായ ഒരു കളർ ഉണ്ട്. പിന്നെന്താണ്? ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റർ ആണ്. ഇതിന്റെ ടേസ്റ്റ് വരുന്നത് കയ്പ് ടേസ്റ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിലാകെ കളറും ടേസ്റ്റും മാത്രമേ പറയുന്നുള്ളൂ. കളർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? കളർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന് അതിൻ്റെതായ ഒരു കളർ ഉണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ ആണ്, കയ്പ് ടേസ്റ്റ് ആണുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് മെക്കോണിക് ആസിഡ്. ഏതാണ്? മെക്കോണിക് ആസിഡ് വരുന്നുണ്ട്. പിന്നെ നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? മെക്കോണിക് ആസിഡ് ഫസ്റ്റത്തെ കിട്ടിയില്ലേ? മെക്കോണിക് ആസിഡ് വരുന്നുണ്ട്. നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഏതാ? ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. ബെൻസൈൽ ഐസോക്വിനോളിൻ വരുന്നുണ്ട്. കൊഡീൻ. ഓക്കെ, ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ്സ് ബെൻസൈൽ ഐസോക്വിനോളിൻ. പിന്നെ വരുന്നത് കൊഡീൻ, നോസ്കാപ്പിൻ, നാർക്കോട്ടിൻ, സെബൈൻ, പെപ്പാവറിൻ. എന്താണ്? പപ്പാവറിൻ, നാർസിൻ, കൊഡാമിൻ, ലാന്തോപ്പിൻ. എന്താണ്? ലാന്തോപ്പിൻ, കാൽഷ്യം, സ്റ്റാർച്ച്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്. ഓക്കെ, ഏതൊക്കെയാ നോക്കാം ഒന്നും കൂടി. മെക്കോണിക് ആസിഡ്, നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ്, ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ്സ്, ബെൻസൈൽ ഐസോക്വിനോളിൻ. ഏതാണ്? ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. ബെൻസൈൽ ഐസോക്വിനോളിൻ വരുന്നുണ്ട്. കൊഡീൻ, നോസ്കാപ്പിൻ, നാർക്കോട്ടിൻ, സെബൈൻ, പെപ്പാവറിൻ, നാർസീൻ, കൊഡാമീൻ, ലാന്തോപ്പിൻ. കിട്ടിയാ? നാർസീൻ, കൊഡാമീൻ, ലാന്തോപ്പിൻ, കാൽഷ്യം, സ്റ്റാർച്ച്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്. ഓക്കെ, വായിക്കാൻ കിട്ടുന്നില്ലേ എല്ലാതും? ഒരാൾ നഴ്സിനല്ലേ? ഏതാടാ? പപ്പാവറിൻ കഴിഞ്ഞിട്ട് നാസിനല്ലേ? പെപ്പാവറിൻ, നാർസീൻ. നാർസീൻ, കൊഡാമീൻ. എന്താണ് വായിക്കുക? കൊഡാമീൻ, ലാന്തോപ്പിൻ, കാൽഷ്യം ഒന്നുകൂടി വായിക്കാം ഞാൻ. മെക്കോണിക് ആസിഡ്, നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ്, ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ്സ്, ബെൻസൈൽ ഐസോക്വിനോളിൻ, കൊഡീൻ, നോസ്കാപ്പിൻ, നാർക്കോട്ടിൻ, സെബൈൻ, പെപ്പാവറിൻ, നാർസീൻ, കൊഡാമീൻ, ലാന്തോപ്പിൻ, കാൽഷ്യം, സ്റ്റാർച്ച്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്. ഒരാൾ വായിച്ച കെമിക്കൽ കോൺസ്റ്റൻസ്. മെക്കോണിക് ആസിഡ്, നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ്, ഫെനക്രീൻ ഡെറിവേറ്റീവ്സ്, ബെൻസൈൽ ഐസോക്വിനോളിൻ, കൊഡീൻ, എസ്കോഫിൻ, നാർക്കോട്ടിൻ, സെബൈൻ, പെപ്പാവറിൻ, നാർസീൻ, കൊഡാമിൻ, ലാന്തോപ്പിൻ, കാൽഷ്യം, സ്റ്റാർച്ച്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത് അല്ലെ. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ വേദന സംഹാരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അനാൽജസിക് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഒപ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നാർക്കോട്ടിക്, നമ്മൾ ഈ മയക്കുമരുന്ന് പോലെ സംഭവമാണ് ഈ ഒപ്പിയം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്? അനാൽജസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അനാൽജസിക് എന്ന് പറഞ്ഞാൽ വേദന സംഹാരിയാണ്. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ മയക്കം. നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ സെഡേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നാർക്കോട്ടിക് അല്ലെ. പിന്നെന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയറിയയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അനാർക്കോട്ടിക് ആണ്, അനാൽജസിക് ആണ്, ഹിപ്നോട്ടിക് ആണ്, ഡയറിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഒപ്പിയത്തിന്റെ സിനോണിം വരുന്നത് റോ ഒപ്പിയം ആണ്. ഇത് നമ്മൾ ഏത് വെറൈറ്റി പറഞ്ഞത്?
പപ്പാവർ, സോംനിഫറം, ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ അൺറൈപ്പ് ക്യാപ്സ്യൂൾസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ലാറ്റക്സ് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് പപ്പാവറേസി ആണ്. ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ ഇതിന്റെ കളർ പറഞ്ഞത് സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞത് ബിറ്റർ ആണ്, കയ്പ് ടേസ്റ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. മെക്കോണിക് ആസിഡ് വരുന്നുണ്ട്, നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, പിന്നെ ആൻഡ്രിൻ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്, ബെൻസൈൽ ഐസോക്വിനോലിൻ വരുന്നുണ്ട്, കൊഡീൻ, നോസ്കാപ്പിൻ, നാർക്കോട്ടിൻ, ടെബൈൻ, പപ്പാവറിൻ, നാർസിൻ, കൊഡാമിൻ, ലാന്തോപ്പിൻ, കാൽഷ്യം, സ്റ്റാർച്ച്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ് പറയുന്നത്. അനാൽജസിക് ആയിട്ട് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഹിപ്നോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ, നാച്ചുറൽ സ്ലീപ്പ് പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെഡേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മയക്കം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡയറിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് കന്നാബിസ് ആണ് കേട്ടോ. കന്നാബിസ് കന്നാബിസ് എന്ന് പറയുമ്പോൾ കഞ്ചാവിനെയാണ് നമ്മൾ എന്ത് പറയാ, കന്നാബിസ് എന്ന് പറയുന്നത് കേട്ടോ. കഞ്ചാവിനെയാണ് നമ്മൾ കന്നാബിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ചെടി ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, ചെടി കണ്ടില്ലേ? ഇതാണ് കന്നാബിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താ, CNS സ്റ്റിമുലന്റ് ഡ്രഗുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. CNSനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കന്നാബിസ് ആയാലും ഒപ്പിയം ആയാലും എഫിഡ്രി ആയാലും ഒക്കെ. ഓക്കെ, കന്നാബിസിന്റെ സിനോണിം നോക്കാം നമുക്ക്. ഗഞ്ച അല്ലെങ്കിൽ മാരിജുവാന എന്നാണ് പേര് വരുന്നത്. ഓക്കെ, കന്നാബിസ് അല്ലെങ്കിൽ കഞ്ചാവിന്റെ സിനോണിം വരുന്നത് ഗഞ്ച അല്ലെങ്കിൽ മാരിജുവാന എന്നാണ് അതിന്റെ സിനോണിം വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് നമുക്ക് നോക്കാം. കന്നാബിസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് ദി കൾട്ടിവേറ്റഡ് ഫീമെയിൽ പ്ലാന്റ്സ് ഓഫ് കന്നാബിസ് സാറ്റൈവ ലിൻ. ഓക്കെ, അതായത് കന്നാബിസ് സാറ്റൈവ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ അതായത് കന്നാബിസ് സാറ്റൈവ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ എന്താണ്, ഡ്രൈഡ് ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട്. ഫ്ലവറിംഗ് ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ലീഫൊക്കെ ഭാഗം മുളച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ. ഓക്കെ, മുള വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കളക്ട് ചെയ്തിട്ട്, ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് എല്ലാ ചെടിയുടെയും ഇല്ല, ഫീമെയിൽ പ്ലാന്റ്സിന്റെ ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസി ആണ് ഫാമിലി വരുന്നത്. 2 ഫാമിലി ഉണ്ട്. ഓക്കെ, ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓക്കെ, കന്നാബിസിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസിയെ, രണ്ടാമത്തെ മൊറേസിയാണ്. മൊറേസിയെ വേണ്ട, കന്നാബിനേസിയെ പഠിച്ചാൽ മതി. ഓക്കെ, അതായത് നമ്മൾ കന്നാബിസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അതിന്റെ സിനോണിം വരുന്നത് ഗഞ്ച, മാരിജുവാന എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഓക്കെ, മാരിജുവാനയുടെ സ്പെല്ലിംഗ് ഇതല്ല കേട്ടോ, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് സ്പെല്ലിംഗ്. കണ്ടില്ലേ, സ്ക്രീനിൽ കണ്ടില്ലേ മാരിജുവാന? കണ്ടു. മാരിജുവാന, ഇതാണ് സ്പെല്ലിംഗ്. ഗഞ്ച, മാരിജുവാന അങ്ങനെ 2 സിനോണിം ആണുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, അതായത് കന്നാബിസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ്
ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് ദി കൾട്ടിവേറ്റഡ് ഫീമെയിൽ പ്ലാന്റ്സ്. ഓക്കെ, എല്ലാ മെയിൽ പ്ലാന്റ്സിനില്ല, ഫീമെയിൽ പ്ലാന്റ്സിന്റെ ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അതായത് കന്നാബിസ് സാറ്റൈവ ലിൻ ഇനത്തിൽപ്പെട്ട ചെടിയുടെ ഫീമെയിൽ പ്ലാന്റ്സിന്റെ നമ്മൾ ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഓക്കെ അത് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസിയാണ്. ഇതിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസിയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിന്റെ ഒരു കളർ വരുന്നത് ഡൾ ഗ്രീൻ കളറാണ്. ഇതിന്റെ കളർ വരുന്നത് എന്താ? ഡൾ ഗ്രീൻ ആണ്, മങ്ങിയ ഒരു പച്ച നിറമാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര അതിൻ്റെതായ ഒരു കഠിനമായ ഒരു സ്മെല്ലുണ്ട് അല്ലേ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംവാറ്റ് ആക്രിഡ് ആൻഡ് പഞ്ച്, ചെറിയൊരു ചവർപ്പുണ്ട്, പിന്നെ ഒരു തരിപ്പുള്ള ഒരു ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, അതിന്റെ ഫ്ലവറിംഗ് ടോപ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലവറിംഗ് ടോപ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇലയുടെ കൂമ്പ് വരുമല്ലോ, ആ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഉണ്ട്, ഒന്നിക്ക പരന്നിട്ടായിരിക്കാം. ഈ ഇല ഉണക്കി കഴിഞ്ഞ് ഒന്നിക്ക പരന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സിലിണ്ടറിക്കൽ മാസസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ഈ ഇലയൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഉണക്കുമ്പോൾ എന്തുണ്ടാവും? ഇത് ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നിക്ക സിലിണ്ടറിക്കൽ മാസസ് ആയിട്ട്, മാസസ് എന്താ ഒരു കഷ്ണം പോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുക ഇത് ഉണക്കി പൊടിച്ച് വെക്കുമ്പോൾ. കാരണം ഈ കൂമ്പായ കാരണം നന്നായി ഒട്ടിപ്പിടിക്കുമല്ലോ, അതാണ് കഷ്ണങ്ങളായിട്ടാണ് കിട്ടുക. പിന്നെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിക്ക പരന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ മാസസ് ആയിട്ടാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ എന്താ പറഞ്ഞത്? ഇതിന്റെ കളർ വരുന്നത് ഒരു മങ്ങിയ പച്ച നിറത്തിലാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് നല്ല ഭയങ്കര മണമുള്ളൊരു ഡ്രഗ് ആണ്. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചവർപ്പുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു തരിപ്പുണ്ട്. പിന്നെ അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പരന്നിട്ടാണ് അല്ലേ, ഫ്ലാറ്റൻഡ് ആണ്, പരന്നിട്ടാണ്. പിന്നെ സിലിണ്ടറിക്കൽ മാസസ് ആണ്. സിലിണ്ടറിക്കൽ മാസസ് എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ണം പോലുള്ളതായിട്ടാണ് കിട്ടുക. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്. പിന്നെന്താണ്? ട്രൈഗോണെല്ലിൻ. എന്താ വായിക്കുക? ട്രൈഗോണെല്ലിൻ, കോളിൻ, കന്നാബിഡിയോൾ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമീൻ, കന്നാബിജെറോൾ. ഓക്കെ, കന്നാബിക്രോമീൻ, കന്നാബിജെറോൾ. ഒന്നും കൂടി വായിക്കാം കേട്ടോ. വോളട്ടൈൽ ഓയിൽ, ട്രൈഗോണെല്ലിൻ, കോളിൻ, കന്നാബിഡിയോൾ, കന്നാബിനോൾ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമീൻ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമീൻ, കന്നാബിജെറോൾ. കിട്ടിയാൽ അത് വായിക്കാൻ? ഇവിടെ വായിക്കാവോ? വായിക്കാം. വോളട്ടൈൽ ഓയിൽ, ട്രൈഗോണെല്ലിൻ, കോളിൻ, കന്നാബിഡിയോൾ, കന്നാബിനോൾ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമീൻ, കന്നാബിജെറോൾ. ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്? കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ആരോ ഒന്ന് വായിക്കുക കെമിക്കൽ കോൺസ്റ്റൻസ്. വോളട്ടൈൽ ഓയിൽ, ഡയഗണോലിൻ, കോളിൻ, കന്നാബിഡിയോൾ, കന്നാബിനോൾ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമീൻ, കന്നാബിജെറോൾ. വോളട്ടൈൽ ഓയിൽ, ട്രൈഗോണെല്ലിൻ, കോളിൻ, കന്നാബിഡിയോൾ, കന്നാബിനോൾ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമീൻ, കന്നാബിജെറോൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഇതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നാർക്കോട്ടിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാർക്കോട്ടിക് എന്നാൽ അറിയാലോ, നമ്മൾ പറഞ്ഞില്ലേ നാർക്കോട്ടിക്സ് ആർ ദി ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സ്. ഈ കഞ്ചാവ് മയക്കുമരുന്ന് പോലെ തന്നെയാണ് നാർക്കോട്ടിക് ഡ്രഗ് എന്ന് പറയുന്നത് അല്ലേ.
ഓക്കെ. നാർക്കോട്ടിക് ആണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സെഡേറ്റീവ് ആണ്, മയക്കം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അനാൾജസിക് എന്ന് പറഞ്ഞ വേദന സംഹാരിയാണ്. സൈക്കോട്രോപിക് പ്രോപ്പർട്ടീസിന് മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത് സൈക്കോട്രോപിക് പ്രോപ്പർട്ടീസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അപ്പോൾ നിങ്ങൾ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മളിപ്പം മെന്റലി പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മയക്കം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും ഈ ഡ്രഗ്. നമ്മൾ അലോപ്പതിയിലില്ല, ആയുർവേദിക്കിലാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ആഫ്റ്റർ ത്രൂ ഡ്രൈയിങ്. സ്റ്റോറേജ് പഠിക്കണ്ട. ഓക്കെ. ജസ്റ്റ് ഇതൊന്നും കൂടി നോക്കാം നമുക്ക്. നമ്മൾ കന്നാബിസ് ആണ് പറഞ്ഞത്. കന്നാബിസിന്റെ സിനോണിം വരുന്നത് കഞ്ച അല്ലെങ്കിൽ മാരിജുവാന എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് പറഞ്ഞത്. അതായത് നമ്മുടെ കന്നാബിസ് സാറ്റൈവ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്ലവറിങ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് മൊറാസിയാണ് ഫാമിലി വരുന്നത്, അല്ലെങ്കിൽ കന്നാബിനേസി നോക്കിയാൽ മതി. കന്നാബിനേസി ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഇത് കാണാൻ ഡൾ ഗ്രീൻ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ മണം എന്ന് പറയുന്നത് സ്ട്രോങ്, കഠിനമായ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ട്. സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സംവാട്ട് ആക്രിഡ് ആണ്, ഒരു ചവർപ്പുള്ള ടേസ്റ്റ് ആണ്. പഞ്ചൻ എന്ന് പറഞ്ഞാൽ തരിപ്പുള്ളതും ചവർപ്പുള്ളതും കൂടിയിട്ടുള്ള ടേസ്റ്റ് ആണുള്ളത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലാറ്റൻഡ് ഓർ സിലിണ്ടറിക്കൽ മാസസ് ആണ്. ഫ്ലാറ്റൻഡ് എന്ന് പറഞ്ഞാൽ പരന്നിട്ട് ഒരു കുറ്റി കുറ്റി പോലത്തെ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുക, നമുക്ക് കാണാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ട്രൈഗോണലിൻ വരുന്നുണ്ട്, കോളിൻ വരുന്നുണ്ട്, കന്നാബിഡിയോൾ വരുന്നുണ്ട്, പിന്നെ കന്നാബിനോൾ വരുന്നുണ്ട്, കന്നാബിഡിയോളിക് ആസിഡ് ഉണ്ട്, കന്നാബി ക്രോമിൻ, കന്നാബി ജെറോൾ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നാർക്കോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സെഡേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അനാൾജസിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ തന്നെ അല്ലേ നമ്മൾ പറഞ്ഞ മയക്കം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ മയക്കന്നെ അല്ലേ, നാച്ചുറൽ സ്ലീപ്പ്. നമ്മൾ പറഞ്ഞില്ലേ നാച്ചുറൽ സ്ലീപ്പ് പോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞില്ലേ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, അനാൾജസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന വേദന സംഹാരി. പിന്നെ സൈക്കോട്രോപിക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് നെക്സ്വോമിക് ആണ്. നെക്സ്വോമിക്ക നെക്സ്വോമിക്ക നമ്മൾക്ക് അറിയില്ലേ, കാഞ്ഞിരം എന്ന് പറയും. കേട്ടിട്ടില്ലേ നിങ്ങൾ കാഞ്ഞിരം? കാണുന്നുണ്ട്. ഇതാണ് മരം, ഇങ്ങനെയാണ് കേട്ടോ. കാഞ്ഞിരത്തിന്റെ മരം ഇങ്ങനെയാണ്, നെക്സ്വോമിക്കയുടെ മരം. ഇതിന്റെ സീഡ് നോക്കിട്ടാ, ഇതാണ് സീഡ്. ഈ സീഡാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ് സീഡ് കേട്ടോ. നെക്സ്വോമിക്ക കാഞ്ഞിരത്തിന്റെ കുരുവാണിത്. കണ്ടോ നിങ്ങൾ? ഡിസ്ക് ഷേപ്പിലാണ് അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ കാഞ്ഞിരം മരം? കണ്ടോരെ ആരെങ്കിലും ഉണ്ടോ? സീഡ് ഇതാണ് കേട്ടോ. ഓക്കെ. ഇനി എന്താ നോക്കാം നമുക്ക്. നെക്സ്വോമിക്കയുടെ സിനോണിം എന്ന് പറയുന്നത് ക്രോഫിക് അല്ലെങ്കിൽ നെക്സ്വോമിക്ക സീഡ് എന്നാണ് പറയുന്നത്. ക്രോഫിക് അല്ലെങ്കിൽ നെക്സ്വോമിക്ക സീഡ് എന്നാണ് വരുന്നത്. ഓക്കെ. നെക്സ്വോമിക്കയുടെ സിനോണിം വരുന്നത് ക്രോഫിക് അല്ലെങ്കിൽ നെക്സ്വോമിക്ക സീഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. നെക്സ്വോമിക്ക കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൈപ്പ് സീഡ്സ് ഓഫ് സ്ട്രിച്നസ് നെക്സ്വോമിക്ക. സ്ട്രിച്നസ് എന്താണ്? സ്ട്രിച്നസ് നെക്സ്വോമിക്ക ബിലോങ്ങിങ് ടു ദി ഫാമിലി ലൊഗാനാസിയേ. അതായത് ഡ്രൈഡ് റൈപ്പ് സീഡാണ്. ഓക്കെ. റൈപ്പ് സീഡ്, പാകമായ വിത്ത് നമ്മൾ ഉണക്കിയിട്ട്. ഓക്കെ. ഏത് വെറൈറ്റിയുടെയാണ്? സ്ട്രിച്നസ് നെക്സ്വോമിക്ക.
സ്ട്രിച്നസ് നെക്സോമിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ എന്താണ് സ്ട്രിച്നസ് നെക്സോമിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ സീഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഓക്കെ പാകമായ റൈപ്പ് സീഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ലൊഗാനാസിയെ ആണ് ഫാമിലി വരുന്ന ഏതാണ് ലൊഗാനാസിയെ. കിട്ടിയ എത്രയും നെക്സോമിക്ക വെറൈറ്റി സ്ട്രിച്നസ് അല്ലേ? സ്ട്രിച്നസ് അല്ലേ? സ്ട്രിച്നസ് നെക്സോമിക്ക. സ്ട്രിച്നസ് നെക്സോമിക്ക. നെക്സോമിക്ക ലിന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്ട്രിച്നസ് നെക്സോമിക്ക. സ്ട്രിച്നസ് നെക്സോമിക്ക. സ്ട്രിച്നസ് നെക്സോമിക്ക. ഇതിന്റെ സിനോണിം വരുന്നത് ക്രോഫിക് അല്ലെങ്കിൽ നെക്സോമിക്ക സീഡ് എന്നാണ് ഇതിന്റെ സിനോണിം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ഇതിന്റെ വെറൈറ്റിയുടെ പേര് വരുന്നത് സ്ട്രിച്നസ് നെക്സോമിക്ക എന്നാണ്. സ്ട്രിച്നസ് നെക്സോമിക്ക ലിന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ റൈപ്പ് സീഡ് പാകമായ വിത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലൊഗാനാസിയെ ആണ് ഫാമിലി ഏതാ വരുന്നത് ലൊഗാനാസിയെ ആണ് ഫാമിലി വരുന്നത്. ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇതിന്റെ കളർ വരുന്നത് ഗ്രീനിഷ് ബ്രൗൺ കളറാണ് അല്ലെ അത് ഗ്രീനിഷ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഒരു കാപ്പി കളർ ഒരു പച്ച മുതൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് പച്ച കളർ മുതൽ പിന്നെ അത് ബ്രൗൺ കളറായിട്ട് മാറും അല്ലെ. ഗ്രീനിഷ് ബ്രൗൺ കളറായിട്ടാണ് നിൽക്കുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇന്റൻസ്ലി നമ്മുടെ ആഴത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. ഇന്റൻസ്ലി എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീഡ്സ് എന്ന് പറയുന്നത് 10 മുതൽ 30 മില്ലിമീറ്റർ വരെ ഇതിന്റെ ഡയമീറ്റർ വരും. ഇതിന്റെ തിക്നെസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ആരം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ കുരു റൗണ്ട് തന്നെയാണ് അല്ലെ അപ്പൊ അതിന്റെ ആ വീതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ നമ്മൾ അതിന്റെ നീളം വരുന്നത് ഓക്കെ ആ കുരുവിന്റെ ആ നീളം വരുന്നത് എത്രയാണ് ഡയമീറ്റർ വരുന്നത് എത്രയാണ് വരുന്നത് 10 മുതൽ 30 മില്ലിമീറ്റർ വരെയാണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ കട്ടിയിലെ ഖനം അതിന്റെ കട്ടി വരുന്നത് 4 മുതൽ 6 മില്ലിമീറ്റർ വരെയാണ് അതിന്റെ തിക്നെസ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് സീഡ്സ് ആർ ഡിസ്ക് ഷേപ്ഡ് ആണ്. ഇതിന്റെ സീഡിന്റെ ഷേപ്പ് വരുന്നത് എന്താ ഡിസ്ക് ഷേപ്ഡ് ആണ് വരുന്നത്. സീഡിന്റെ ഷേപ്പ് എന്താ വരുന്നത് ഡിസ്ക് ഷേപ്ഡ് ആണ് വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. അതിന്റെ കളർ വരുന്നത് ഗ്രീനിഷ് ബ്രൗൺ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഭയങ്കര കയ്പ് ടേസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ സീഡ്സിന്റെ ഡയമീറ്റർ വരുന്നത് 10 മുതൽ 30 മില്ലിമീറ്റർ വരെയാണ് ഡയമീറ്റർ വരുന്നത്. ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 4 മുതൽ 6 മില്ലിമീറ്റർ വരെയാണ് തിക്നെസ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ഇതിന്റെ സീഡ്സ് വരുന്നത് ഇത് ഡിസ്ക് ഷേപ്ഡ് ആണ് വരുന്നത്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റുവൻസ് നോക്കാം. ഏതൊക്കെ നോക്കാം. സ്ട്രിച്നെയിൻ നോക്കിക്കോളൂ കേട്ടോ അപ്പൊ നോക്കിക്കോളൂ. സ്ട്രിച്നെയിൻ, ബ്രൂസിൻ, വോമിസിൻ, കൊളുബ്രിൻ, സ്യൂഡോസ്ട്രിച്നെയിൻ, സ്ട്രിച്നിസിൻ. ഓക്കെ സ്ട്രിച്നെയിൻ, ബ്രൂസിൻ, വോമിസിൻ, കൊളുബ്രിൻ, സ്യൂഡോസ്ട്രിച്നെയിൻ, സ്ട്രിച്നിസിൻ കിട്ടിയോ? ബ്രൂസിൻ, വോമിസിൻ, കൊളുബ്രിൻ, സ്യൂഡോസ്ട്രിച്നെയിൻ, സ്ട്രിച്നിസിൻ കിട്ടിയോ? വായിക്കാൻ കിട്ടുന്നില്ലേ? ഓക്കെ ഒരാൾ വായിച്ച കെമിക്കൽ കോൺസ്റ്റൻസ്. സ്ട്രിച്നെയിൻ, ബ്രൂസിൻ, വോമിസിൻ, കൊളുബ്രിൻ, സ്യൂഡോസ്ട്രിച്നിൻ, സ്ട്രിച്നിസിൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതെന്തായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വയറുവേദനയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് ടോണിക് അതായത് നമുക്ക് വയറുവേദനയ്ക്ക് ബിറ്റർ ടോണിക് അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ബിറ്റർ ടോണിക് ഇൻ സ്റ്റൊമാറ്റിക് എന്നാണ് കേട്ടോ. അതായത് വയറുവേദനയ്ക്ക് നമ്മൾ ബിറ്റർ ടോണിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടു സ്റ്റിമുലന്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നമ്മൾ CNS ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത് increase blood pressure. It increases the blood pressure and recommended in certain forms of cardiac failure. അതായത് ഇത് എന്ത് ചെയ്യുന്നുണ്ട് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് റെക്കമെൻഡഡ് ഇൻ സർട്ടൈൻ ഫോംസ് ഓഫ് കാർഡിയാക് ഫെയിലിയർ. ചില നേരത്തെ എന്ത് ചെയ്യുന്നില്ല
ആ ഹേർട്ട് ശരിക്ക് പ്രവർത്തിക്കാത്ത രീതിയിൽ അല്ലേ, അതായത് കാർഡിയക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം നടക്കാത്ത കണ്ടീഷൻസിൽ നമ്മൾ ഈ ഡ്രഗ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഹേർട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത കണ്ടീഷനിൽ നമ്മൾ ചില കേസസിലൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇത് സ്റ്റിമുലേറ്റ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം, അതായത് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ശ്വാസോച്ഛ്വാസത്തിനെയും അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഉത്തേജിപ്പിക്കുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ യൂസസ്? ആ ക്ലിയർ. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് വേഗം നോക്കാം. നെക്സോമിക്കാണ് പറയുന്നത്. നമ്മൾ കാഞ്ഞിരെന്ന് പറഞ്ഞു. ഇതിന്റെ സിനോണിം വരുന്നത് ക്രോഫിക് അല്ലെങ്കിൽ നെക്സോമിക്ക സീഡ് എന്നാണ് വരുന്നത്. അതായത് സ്റ്റിച്ച്നസ് നെക്സോമിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ സീഡ്സ് അല്ലേ, അതായത് റൈപ്പ് പാകമായ സീഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലൊഗാനാസി ആണ് ഫാമിലി വരുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇതിന്റെ കളർ വരുന്നത് ഗ്രീനിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലെ, ഇന്റൻസിലി ഭയങ്കര കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സീഡ്സ് എന്ന് പറയുന്നത് 10 മുതൽ 30 മില്ലിമീറ്റർ വരെ ഇത് ഡയമീറ്റർ വരുന്നുണ്ട്. ഇപ്പൊ വട്ടത്തിലാണെങ്കിൽ അതിന്റെ അത് തെറ്റ് തൊട്ട് ഈ തെറ്റ് വരെ അതിന്റെ ഡയമീറ്റർ വരുന്നത് 10 മുതൽ 30 മില്ലിമീറ്റർ വരെയാണ് വരുന്നത്. ഇതിന്റെ തിക്നെസ് ആണെങ്കിൽ, കട്ടിയാണെങ്കിൽ എത്ര വരുന്നത്, 4 മുതൽ 6 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ കട്ടി വരുന്നത്, തിക്നെസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഷേപ്പ് ആണ് പറയുന്നത്. ഇതിന്റെ സീഡ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് പോലത്തെ ഷേപ്പ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ് വരുന്നത്, സിസ്നൈൻ വരുന്നുണ്ട്. സിസ്നൈൻ, ബ്രൂസിൻ, വോമിസിൻ, കോളുബ്രീൻ, സ്യൂഡോസിസ്നൈൻ, സിസ്നിസിൻ. ഏതൊക്കെയാണ് വരുന്നത്, സിസ്നൈൻ, ബ്രൂസിൻ, വോമിസിൻ, കോളുബ്രീൻ, സ്യൂഡോസിസ്നിൻ, സിസ്നിസിൻ. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ യൂസസ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സോമിക്ക സീഡ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബിറ്റർ ടോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, വയറുവേദനയ്ക്ക് നമ്മൾ ബിറ്റർ ടോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അറിയാലോ അല്ലെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബി പി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇൻ സെർട്ടൈൻ ഫോംസ് ഓഫ് കാർഡിയാക് ഫെയിലിയർ, അതായത് നമ്മുടെ ഹേർട്ടിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്ത കണ്ടീഷനിൽ നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ലാസ്റ്റത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്താ, ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞു. അപ്പൊ നാളേക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇന്നെടുത്തത് നാളേക്ക് നമുക്കൊരു ചാപ്റ്റർ കൂടിയല്ലേ ഉള്ളൂ. ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. ഇതെടുത്തിട്ടില്ലല്ലോ, കെമിക്കൽ നേച്ചർ ഓഫ് ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് എന്നിട്ട്. നോട്ട്സ് ഒക്കെ എല്ലാവർക്കും കിട്ടിയില്ലേ, എല്ലാതും കുഴപ്പമില്ലല്ലോ. നോട്ട്സ് 24-25 ഒക്കെ ഉണ്ടല്ലോ ചാപ്റ്റർ. ടോട്ടലി ഇത്രേ വരുന്നുള്ളൂ, ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 24 വരെയുള്ളൂ. 25 ടെക്നിക്കൽ പ്രോഡക്ട്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് derived from plants and animals ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഡ്രഗ്സ് 25 ചാപ്റ്റർ ഡ്രഗ്സ്, ടെക്നിക്കൽ പ്രോഡക്ട്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ 26ഉം 25 26ഉം ഉണ്ട്. 26 ആണെന്നല്ല 26 ഓക്കെ, ഞാൻ മോളിക്ക് സ്ക്രോൾ ചെയ്തില്ലായിരുന്നു. ഓക്കെ, അപ്പോ ഒരു 3 ചാപ്റ്ററും കൂടി ഉണ്ട് നമുക്ക്. കഴിഞ്ഞു. ഓക്കെ. പിന്നെ അത് അത്രയും കൂടി ഇമ്പോർട്ടന്റ് അല്ല. ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് അതും കൂടി എടുക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, നാളെ എടുക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നെടുത്തത് നാളേക്ക് വായിച്ചു നോക്കിക്കോളൂ കേട്ടാ. ഓക്കെ, ഓക്കെ, ശരി. താങ്ക് യു മാം. താങ്ക് യു.